إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. ولا تيأسوا من روح الله إنه لا ييأس من روح الله إلا القوم الكافرون. اتقوا الله عباد الله. ആദരവ് നിറഞ്ഞ പ്രിയങ്കരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുഖറബീങ്ങളായ മലക്കുകൾ സന്നിഹിതരായിട്ടുള്ള ഈ മഹനീയമായ ഇൽമിൻ്റെ മജ്ലിസിലുള്ള നമ്മുടെ ഒത്തുകൂടലിനെ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗരാജ്യത്തിന് നമുക്ക് പ്രവേശനത്തിന് സഹായകമാകുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ രോഗികളായവരുണ്ടാകാം, സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകാം. അവരുടെയൊക്കെ സാമ്പത്തിക, ശാരീരിക, മാനസിക പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിക്കുമാറാകട്ടെ. നമ്മോടൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും താടി കണ്ട് നമ്മളൊക്കെ ആദർശത്തിൽ കണിശത പുലർത്തുന്നവരായതുകൊണ്ടും ഭക്തന്മാരാണ്, പടച്ചറബിൻ്റെ അരികിൽ തൃപ്തിപ്പെട്ടവരാണെന്ന വിശ്വാസത്തോടു കൂടിയൊക്കെ നമ്മോടൊക്കെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്, വിശ്വസിച്ചേൽപ്പിച്ചവർ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കുക, അത് കൃത്യമായി മനസ്സിലാക്കുകയും എന്നിട്ട് പകർത്തുകയും മൂന്നാമതായി അറിഞ്ഞ യാഥാർത്ഥ്യത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്ന ഒരു ബാധ്യത നമുക്കുള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത് കേൾക്കാനും പഠിക്കാനും പകർത്താനും പ്രബോധനം ചെയ്യാനുമുള്ള തൗഫീക്ക് നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യർ എന്ന നിലയിൽ ഞാനും നിങ്ങൾ ദുർബലരാ. നിലവിലുള്ള നമ്മുടെ നാടിൻ്റേതായാലും നമ്മൾ ജീവിക്കുന്ന പ്രദേശങ്ങളുടേതായാലും ശരി, ലോകത്ത് അധികവും നമ്മൾ പരിശോധിച്ചാൽ തിന്മകൾക്ക് എവിടെയും സാധ്യത കൂടുതലാണ്. തിന്മയുടെ പ്രചാരകരും പ്രവർത്തകരുമാണ് ജനങ്ങളിലധികം ആളുകളും. എന്തു തിന്മയും ന്യായീകരിക്കപ്പെടുന്നൊരു ലോകമാണ് ശരിക്കും നമ്മുടേത്. അല്ലാഹു നമ്മെ തിന്മയിൽ നിന്നും തിന്മയുടെ ആളുകളിൽ നിന്നും അത്തരം പ്രദേശങ്ങളിൽ നിന്നും ആ ലോകത്തു നിന്നും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഞാൻ എന്തിനാ അത് പറഞ്ഞെന്ന് വെച്ചാൽ തീർത്തും അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ, കാതിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ, നമ്മുടെ പരിചയങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ, പത്രങ്ങളിൽ, മീഡിയകളിൽ, മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ വിശിഷ്യ നമ്മൾ കേൾക്കുകയും വായിക്കുകയും മെസ്സേജ് അയക്കുകയും അത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്ത ധാരാളക്കണക്കിന് സംഭവങ്ങൾ നിത്യേന നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത്, അറിയുന്നത് മനുഷ്യപ്പറ്റില്ലാത്ത മൃഗീയമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലോകത്താണ് മനുഷ്യരുള്ളത് എന്നതിൻ്റെ നേർചിത്രങ്ങളാണ്.
ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുകയും അതിനൊത്ത് ഒരു പ്രതിരോധത്തിൻ്റെ ഭിത്തി കെട്ടുകയും ചെയ്താൽ മാത്രമേ ഈ മലവെള്ളപ്പാച്ചിലിൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. വിശുദ്ധമായ റമദാൻ മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി, ഇനി ഇൻഷാ അല്ലാഹ് വരാനിരിക്കുന്നു. ആ റമദാനിലെ വിശുദ്ധീകരണത്തിൻ്റെ മാസത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. ഇതുപോലെ പ്രവാസികളായി ജീവിക്കുന്ന ഗൾഫ് ലോകത്തൊരു വാർത്തയാണ്. എന്താണെന്ന് വെച്ചാൽ, ഗൾഫിൽ അയാളുടെ റൂംമേറ്റ്സിനെ പറ്റിയുള്ളൊരു വർത്തമാനമാണ്. ഈ റൂംമേറ്റ്സിനെ ഞാൻ വിശദീകരിക്കുന്നില്ല, ചിലപ്പോൾ എൻ്റെ പ്രസംഗങ്ങളിൽ തന്നെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിവാക്കാണ്. കാരണം ആളുകൾക്ക് പ്രയാസം ഉണ്ടാകണം. കേരളത്തിൻ്റെ അങ്ങേയറ്റത്തും ഇങ്ങേറ്റത്തുള്ളവർ ഇവിടെ ഉണ്ടാകാം. എന്തായാലും തൃശ്ശൂർ കഴിഞ്ഞ് അപ്പുറത്തേക്കുള്ള ഒരു ജില്ലയിലാണ് ഇവരുള്ളത്. ഇനി അവിടെയുള്ള ആളുകൾ പ്രയാസപ്പെടണ്ട. അപ്പോൾ ആ ജില്ലക്കാർ 4-5 ആൾ കൂടി. അപ്പോൾ അവർ നേരത്തെ റമദാൻ അവസാനിക്കുന്ന ദിവസവും പെരുന്നാളിൻ്റെ ദിവസവും ഒരു കലണ്ടറിൽ നോക്കും. എന്നിട്ട് പെരുന്നാളിൻ്റെ ദിവസത്തിൽ ഒരു ചുവന്ന വട്ടം ഇട്ട് വെക്കും, അല്ലെങ്കിൽ ഒരു പച്ച വട്ടം കലണ്ടറിൽ. ഇനി അന്ന് കലണ്ടറിൽ ഉള്ള ആ ഡേറ്റിൽ പെരുന്നാളല്ല, നോമ്പായിരുന്നാലും അവർ കമ്പനി കൂടും, ഒരുമിച്ചിരിക്കും, കുപ്പി പൊട്ടിക്കും, എന്നിട്ട് അകത്താക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം സമുദായത്തിലെ ഒരു വല്ലാത്ത കാഴ്ചയാണ്. കാരണം എന്താ വെച്ചാൽ, അവരടക്കമുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ഗൈഡ്, മാർഗദർശി പിശാചാണ് ലഅനത്തുല്ലാഹി അലൈഹി. ലോകത്ത് മനുഷ്യരുടെ മുഴുവനും ഒരു മാർഗദർശിയായി പ്രവാചകന്മാരെക്കാൾ അധികവും കാലഘട്ടങ്ങളിൽ മുഴുവനും മനുഷ്യരധികവും സ്വീകരിച്ചതറിയാ പിശാചിനെയാണ്. നിങ്ങൾ ആലോചിക്കും, മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാരുടെ കാലഘട്ടങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കും. ആദം നബിക്ക് ശേഷം 10 തലമുറ കുല്ലുഹും, അവരെ പറ്റി ഇബ്നു ബസ്റൂദ് എന്ന് പറഞ്ഞത് അവരൊക്കെ ഇസ്ലാമിലായിരുന്നു, നിഷ്കളങ്കരായിരുന്നു. പക്ഷെ ഒരു കാലഘട്ടം മുതൽക്ക് പിന്നീട് നൂഹ് നബിയൊക്കെ വരുന്ന അവിടുന്ന് ഇങ്ങോട്ട് ഏകദേശം നമ്മൾ ജീവിക്കുന്ന ഈ നിമിഷം വരെയും ഏറ്റവും അധികം സമൂഹത്തിൽ സ്വാധീനമാർക്കാം മനുഷ്യരിൽ പിശാചിനാണ്. ഒരു വേള ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട് പലപ്പോഴും, പ്രവാചകന്മാരെക്കാളും സ്വാധീനം ആർക്കാം? പിശാചിനാണ്. അതുകൊണ്ടാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾക്ക് ഈ സ്വാധീനത്തെപ്പറ്റി, സ്വാധീനത്തിൻ്റെ വലയത്തെപ്പറ്റി ഒരു കൃത്യമായ കാഴ്ചപ്പാട് നൽകാൻ കഴിയുന്നില്ല, നൽകിയാൽ പോലും സ്വീകാര്യമാകുന്നില്ല എന്നൊരു ദയനീയ സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. ഞാൻ നിങ്ങളെ ആ വിഷയത്തിലേക്ക് ക്ഷണിക്കാം. 15-ാം അധ്യായം സൂറത്ത് ഹിജ്റിൻ്റെ 39-ാമത്തെ വാചകത്തിൽ മനുഷ്യൻ്റെ മുഖ്യശത്രുവായ, ജന്മശത്രുവായ, വർഗശത്രുവായ ഒരേ ഒരാൾ, അതാരാ? സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നമ്മളെന്തായാലും റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം എന്ന് പറയില്ല, പിന്നെന്താ പറയുക? ലഅനത്തുല്ലാഹി അലൈഹി. അങ്ങനെ പറയരുതെന്ന് പോലും ശൈത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പലരും അങ്ങനെ പോലും പറയാത്തത്. മനസ്സിലായി നിങ്ങൾക്ക്? പിശാചിൻ്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പോലും പറയാതിരിക്കാൻ ആര് ശ്രദ്ധിക്കുന്നുണ്ട്? ശൈത്താൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെന്താ തെളിവ്? നിങ്ങൾ തന്നെ. വേറെന്താ? നിങ്ങൾ തന്നെ തെളിവ്. നിങ്ങളെ വിശ്വസിക്കും. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാണ് 39, 15-ാം അധ്യായത്തിൻ്റെ 39-ൽ വല്ലാത്തൊരു വാചകമാണ്. ശൈത്താൻ പറയാം റബ്ബിനോട്, ഖാല റബ്ബി ബിമാ അഗ്വൈതനീ ലഉസയ്യിനന്ന ലഹും ഫിൽ അർളി വലഉഗ്വിയന്നഹും അജ്മഈൻ. അവൻ പിശാച് പറഞ്ഞു പോയി, എൻ്റെ റബ്ബേ, നീ എന്നെ വഴികേടിലാക്കിയതിനാൽ ഭൂലോകത്ത് മനുഷ്യർക്ക് ഞാൻ അവരുടെ ദുഷ്പ്രവർത്തികൾ അലങ്കൃതമായി തോന്നിക്കുകയും അവരെ മുഴുവനും ഞാൻ വഴികേടിലാക്കുകയും ചെയ്യും തമ്പുരാനെ. എന്താ പറഞ്ഞ? മനുഷ്യർക്ക് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അലങ്കൃതമായി തോന്നിപ്പിക്കുന്നു, നന്നായി തോന്നിപ്പിക്കും. എന്ത് തോന്നിയാസം ചെയ്താലും അത് സാരമില്ല, അത് കുഴപ്പമില്ല, എല്ലാവരും ഉള്ളതാ, ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ കൾച്ചർ അതാണ്, അതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല എന്നൊരു തോന്നലുണ്ടാക്കി തീർക്കും. എന്നിട്ട് ശൈത്താൻ പറഞ്ഞ അതിൻ്റെ മുമ്പത്തെ വാക്കെന്താ പറയുക? നീ എന്നെ വഴികേടിലാക്കിയതിനല്ല. ശൈത്താൻ അള്ള വഴികേടിലാക്കിയതാ? അല്ലല്ലോ. പക്ഷെ അപ്പം അതങ്ങനെയാണ്.
എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയും ഈ ആയത്ത് പഠിപ്പിക്കണം എന്താ പറയുക, ചീത്തയായ പ്രവർത്തനങ്ങളൊക്കെ നന്നായി തോന്നിപ്പിക്കും ചെയ്താൽ. എന്ത് തെമ്മാടുത്തം ചെയ്താലോ അതിനെന്താ, എൻ്റെ മൂത്താപ്പൻ്റെ പേരിൽ അങ്ങനെ ഉണ്ടായിരുന്നു, അതിനെന്താ നാട്ടിലൊക്കെ അങ്ങനെ, അതിനെന്താ നമ്മുടെ റൂമിലൊക്കെ അങ്ങനെ, അതിനെന്താ കാണുന്നവർ മുഴുവനും അങ്ങനെ, ഇജ് മാത്രം ഒന്ന് നന്നായ പങ്കല്ലാവുന്ന, അങ്ങനെയൊക്കെ ന്യായീകരിക്കും നമ്മൾ. എന്ത് തിന്മയും തിന്മയെ ന്യായീകരിക്കുന്ന ആരെങ്കിലും കണ്ടങ്ങൾ മനസ്സിലാക്കിക്കോളി, അതെന്താ, പിശാചിൻ്റെ ഗൈഡൻസാണ്. ആരെ കണ്ടാലും തിന്മയെ ന്യായീകരിക്കണം, ആരെ കണ്ടാലും അത് ശൈത്താൻ്റെ കൂട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു പക്ഷേ ആൾ നല്ലവനാകാം, പക്ഷെ ആ വിഷയത്തിൽ അവന് പിശാചാണ്. ഇനി ആലോചിച്ച് നോക്കണേ, പിശാചിന് മനുഷ്യരെ കീഴൊതുക്കാൻ അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. എങ്ങനെയാ ഖുർആൻ പറഞ്ഞത്, ലഇൻ അഖർതനി ഇലാ യൗമിൽ ഖിയാമ ഇലാ യൗമിൽ ഖിയാമത്തി ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീലാ. അല്ലാഹ് പറയാ, തീർച്ചയായും ഖിയാമത്തിന്റെ നാള് വരെ, പിശാച് റബ്ബിനോട് പറഞ്ഞൊരു വാക്കാണ്, നീ എനിക്ക് അവധി നീട്ടിത്തരുന്ന പക്ഷം ഇവൻ്റെ സന്തതികളിൽ, ആദം അലൈഹിസ്സലാമയുടെ സന്തതികളിൽ ചുരുക്കം ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യുന്നു. ആദമിൻ്റെ മക്കളിൽ ഒരാളെപ്പോലും ഞാൻ വിടൂല, ഞാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് ആളുകൾ ഒഴിച്ചിട്ട് ബാക്കിയൊക്കെ എന്ത് ചെയ്യും, ഞാൻ കീഴ്പ്പെടുത്തുമെന്ന് ആര് പറയാണ്, ശൈത്താൻ പറയാണ്. 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ 62-ാമത്തെ വാചകം. ഞാൻ നേരത്തെ പറഞ്ഞ വാചകം ഉണ്ടല്ലോ 39, 15-ാം അധ്യായം, ഏകദേശം അതിനോടനുബന്ധമായി തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നും കൂടിയുണ്ട് 15-ലും 17-ലും. ഇനി ഏറ്റവും അധികം ശൈത്താൻ്റെ ഈ പഴവും ആദനബിയുമായി ബന്ധപ്പെടുത്തി ചർച്ചയൊക്കെ നടത്തുന്നത് 1-ാം അധ്യായം സൂറത്ത് ഫാത്തിഹ, 2-ാം അധ്യായം സൂറത്ത് ബഖറ, 3-ാം അധ്യായം സൂറത്ത് ആലിമ്രാൻ, 4-ാം അധ്യായം സൂറത്ത് ഖുർആൻ ക്ലാസ്സിലിരിക്കുന്നവരാണ് നിസാ, 5-ാം അധ്യായം സൂറത്ത് മാഇദ, 6-ാം അധ്യായം സൂറത്ത് അൻആം, 7-ാം അധ്യായം സൂറത്ത് അഹ്റാഫ്. ശരിക്കും ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആൾ ഇങ്ങനെ ഇടക്കൊന്ന അധ്യായം ആവർത്തിച്ചുണ്ടല്ലോ, 114 അധ്യായവും തലക്കും മലക്കും ചോദിച്ചാൽ നമുക്ക് കിട്ടും. നോക്കിയാൽ ഖുർആൻ പറയുന്നൊരു വാക്കെന്തറിയോ, അവൻ്റെ കീഴൊതുക്കലിൻ്റെ രീതിയെ പറ്റി. ശൈത്താൻ എങ്ങനെ നമ്മളെ പിടികൂടാ, ഇത് ശൈത്താനെ പറ്റി പറയാണ്ടാക്കിയ സദസ്സല്ല, പക്ഷേ ശൈത്താനെ പറ്റി പറയാതെ വിഷയത്തേക്ക് വന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് പിശാച് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ഗ്രൂപ്പ് വേറെയാണ്. സത്യത്തിൽ ഓനെ പറ്റി പറയരുതെന്ന് ആഗ്രഹിക്കണതാണ് ഓൻ്റെ ഗ്രൂപ്പ്. മനസ്സിലായി നിങ്ങൾക്ക്? പിശാചിനെ പറ്റി മിണ്ടരുതെന്ന് ഖുർആൻ ഓതുമ്പോൾ ശൈത്താനെ പറ്റിയാ പറയല്. അപ്പോൾ പിന്നെ ഓലെ പറ്റി നമ്മളെന്താ പറയല്, ഖുർആൻ ഓതുന്നവരൊക്കെ ജിന്നൂരികൾ. പറയാൻ പറ്റില്ല നമുക്ക്, ഖുർആൻ ഓതുന്നവരൊക്കെ അതിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ തന്നെ ഇപ്പോൾ ഒക്കെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞാൽ ഖുർആൻ ഓതാൻ പാടുള്ളൂ. അങ്ങോട്ട് പറയുന്നത് എന്താ, ഒരു ഹാലിലാണ്ട് പറയാ. എന്താ ഈ ആയത്തിലുള്ളതെന്നറിയോ? ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോണില്ല. 7-ാം അധ്യായം സൂറത്ത് അറാഫിൻ്റെ 17-ൽ അള്ളാഹ് പറയാണ് ആരെ പറ്റി, ശൈത്താൻ പറയണതായിട്ട്. എങ്ങനെ ശൈത്താൻ മനുഷ്യനിലേക്ക് വരുന്ന അറിയോ, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അവരുടെ മുന്നിലൂടെയും അവരുടെ പുറകിലൂടെയും അവരുടെ വലതുവശത്തുകൂടെയും അവരുടെ ഇടതുവശത്തുകൂടെയും ഞാൻ അവരുടെ അരികിൽ ചൊല്ലുക തന്നെ ചെയ്യും. വലാ തജിദു അക്തറുഹും ശാകിരീൻ. അവരിലധികം ആളുകളെയും റബ്ബേ നീ നന്ദി കെട്ടവരായിട്ടേ കണ്ടെത്തുകയുള്ളൂ. മനുഷ്യൻ്റെ മുന്നിലൂടെ പുറകിലൂടെ വലതുവശത്തുകൂടെ ഇടതുവശത്തുകൂടെ ആര് വരും? പിശാച് വരും. മനുഷ്യൻ്റെ 4 ഭാഗത്തുനിന്ന് ശൈത്താൻ പിടിക്കും. ഇതിനെപ്പറ്റി ഖുർആൻ പഠിപ്പിക്കുന്ന രീതി എന്താ നിങ്ങൾ? അല്ലാഹ് പറയാം ശൈത്താനോട് 17-ാം അധ്യായം സൂറത്ത് ഇസ്രാഇന്റെ 64-ൽ പടച്ചോൻ പറഞ്ഞു കൊടുക്കാണ്, നീ ഇഷ്ടമുള്ള ചെയ്തോ. എങ്ങനെ വാക്കെന്നറിയോ? വസ്തഫ്സിസ് മൻ ഇസ്തതഅത മിൻഹും ബിസൗതിക വഅജ്ലിബ് അലൈഹിം ബിഖൈലിക ورجلك وشاركهم في الأموال والأولاد وعدهم وما يعدهم الشيطان إلا غرورا. അവരിൽ നിന്ന് നിനക്ക് സാധ്യമായവരെ നിന്റെ ശബ്ദം മുഖേന നീ ഇളക്കി വിട്ടുകൊള്ളുക. അവർക്കെതിരിൽ നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും നീ വിളിച്ചുകൂട്ടുകയും ചെയ്തുകൊള്ളുക. സ്വത്തുക്കളിലും സന്താനങ്ങളിലും നീ അവരോടൊപ്പം പങ്കുചേരുകയും അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തുകൊള്ളുക.
വമാ യഇദുഹുമുശ് ശൈത്വാനു ഇല്ലാ ഗുറൂറാ. പിശാച് അവരോട് ചെയ്യുന്ന വാഗ്ദാനം വഞ്ചന മാത്രമാകുന്നു. ഓതി കേൾപ്പിക്കുന്നത് ആരാണെന്നറിയുമോ? ലോകത്തിൻ്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്താ ഈ ആയത്തിൻ്റെ ഒരു പ്രത്യേകത? എങ്ങനെയൊക്കെ ഇടപഴകാന്ന്? നിന്റെ ശബ്ദം മുഖേന ഇളക്കി വിട്ടോ, അവർക്കെതിരിൽ കുതിരപ്പട ഉപയോഗിച്ചോ, കാലാൾപ്പട ഉപയോഗിച്ചോ, ശൈത്താൻ്റെ ശൈത്താൻ എന്ന് പറഞ്ഞ ശത്രുവിൻ്റെ സർവ്വസന്നാഹത്തെയും പറയാം. എന്നിട്ട് നീ എന്തിലൊക്കെ ഇടപെട്ടോ, അവരുടെ സ്വത്തുക്കളിൽ ഇടപെട്ടോ, സന്താനങ്ങളിൽ ഇടപെട്ടോ, അതിലൊക്കെ നീ അവരോടൊപ്പം പങ്കുചേർന്നോ, അവർക്ക് നീ വാഗ്ദാനങ്ങൾ നൽകിക്കോ. മനുഷ്യൻ്റെ സാമ്പത്തിക രംഗത്ത്, കുടുംബജീവിതത്തിൽ, മറ്റു മേഖലകളിലൊക്കെ ശൈത്താൻ കടന്നു വരികയാണ്. എങ്ങനെ? എല്ലാ സെറ്റപ്പോടും കൂടി. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ പിശാചിൻ്റെ കടന്നുവരവിനെ പറ്റിയുള്ള വ്യത്യസ്ത മേഖലകൾ വിശദമാക്കുന്ന ഈ വാചകത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇവിടെ വസ്തഫ്സിസ് മനിസ്തതഅത മിൻഹും ബിസൗതിക്, ഈ സൗത്ത് എന്ന പദത്തിലുള്ള അർത്ഥം കൊടുത്തെന്താ നിങ്ങൾ? വ്യാഖ്യാനത്തിൽ അദ്ദേഹം പറയുന്നത് പാപത്തിലേക്കുള്ള എല്ലാ തരം ക്ഷണത്തിനും സൗത്ത് എന്ന് പറയുന്നത്. വേറെ ചിലർ അർത്ഥം കൊടുത്തെന്താ നിങ്ങൾ? സംഗീതം, കുഴലൂത്ത് എന്നൊക്കെയാണ്. ഓർക്കസ്ട്ര, മ്യൂസിക്. അപ്പം ശരിക്കും മ്യൂസിക് കേൾക്കുന്ന എന്താണ്? പിശാചിൻ്റെ ഒരു പടയാണെന്നാണ്. അപ്പോൾ നമ്മളിൽ മ്യൂസിക് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ പിശാചിന് ഇഷ്ടപ്പെട്ടതാണ് അവരെന്ത് ചെയ്യുന്നത്? കേൾക്കുന്നത്. തിന്മയിലേക്ക് ആരൊക്കെ ക്ഷണിക്കുന്നുണ്ടോ അതൊക്കെ പിശാചിൻ്റെ മാർഗ്ഗമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എങ്ങനെയൊക്കെ മനുഷ്യനെ പഴപ്പിക്കാമോ അങ്ങനെയൊക്കെ ആര് പയറ്റും? പിശാച് പയറ്റും. ഒരു സമൂഹം എന്ന നിലയിൽ, ഒരു ഉമ്മത്ത് എന്ന നിലയിൽ ലോകത്തേറ്റവും ഉത്തമരാരാ? ഉമ്മത്ത് മുസ്ലിമ. കുൻതും ഖൈറ ഉമ്മ. സത്യത്തിൽ ഈ വാചകം സ്വഹാബത്തിനെ പറ്റി പറഞ്ഞതാണെങ്കിലും മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനാണ് ആ ഒരു പ്രത്യേകതയുള്ളത്, ക്വാളിറ്റി ഉള്ളത്. മതത്തിൻ്റെ ശരിയായ വക്താക്കളും അവരാ. എന്നാൽ പിഴച്ചവരും കോപത്തിനിരയായി പോയവരും ആരാ? ജൂത നസാറാക്കൾ. ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പിഴച്ചവരും കോപത്തിനിരയായവരുമായൊരു ജനത നരകത്തിൻ്റെ പാതയോരത്തുകൂടി നരകത്തിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നൊരു ജനത, അവർക്ക് സ്വാഭാവികമായും ഈ രക്ഷയുടെ സ്വർഗത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഉമ്മത്ത് മുസ്ലിമയോട് വലിയ വിദ്വേഷമാണ്. അതിനകത്ത് മതമുണ്ട്, അതിനകത്ത് രാഷ്ട്രീയമുണ്ട്, രണ്ടുമുണ്ട്. അണഞ്ഞു പോകാത്ത വെറുപ്പുണ്ട്. ലോകത്തെ ഏറ്റവും അധികം വെറുപ്പ് ഇവർക്ക് ആരോടുള്ളത്? ഉമ്മത്ത് മുസ്ലിമയോടാണ്. അത് യാഥാർത്ഥ്യമാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തെ മുന്നിൽ വെച്ച് പറയല്ല. എന്നാൽ എന്താണ് ജൂതന്മാർ കോപത്തിന് വിധേയരാകാനുള്ള കാരണം? ഫാത്തി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചു. സത്യം അറിഞ്ഞിട്ടും അത് അനുഷ്ഠാനത്തിൽ വരാത്ത തള്ളിക്കളഞ്ഞതുകൊണ്ട്, അല്ലേ? ദേഹേച്ഛയുടെ പൂജകരായതുകൊണ്ട്, തോന്നിയതുപോലെ അവർ ജീവിച്ചതുകൊണ്ട് പ്രവാചകന്മാർ അവർ വധിക്കുക പോലും ചെയ്തു. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 112. ആ കൂട്ടത്തിൽ അവർ തിന്മെന്തായിരുന്നു? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ, അനാവശ്യ കാര്യങ്ങളിൽ മുഴുകുന്നവരായിരുന്നു അവർ. അതും അവരുടെ ഒരു ന്യൂനതയാണ്. ഇതിൻ്റെ പദമല്ല, ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല, വിശുദ്ധ ഖുർആനിലെ വാക്കാ. 2-ാം അധ്യായം സൂറത്ത് ബഖറ 102-ാമത്തെ വാചകം. എന്താ വാക്ക്? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജവാഴ്ചയുടെ രഹസ്യം എന്ന പേരിൽ പിശാചുക്കൾ പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്നത് അവർ പിൻപറ്റുകയും ചെയ്തു. ആര്? ജൂതന്മാർ പിൻപറ്റി. എന്താണെന്നുള്ളത് നിങ്ങൾ ആയത്ത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും. ഈ ആയത്തിന് വിശദീകരണത്തിൽ മഹാനായ റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്തറിയോ? ഇത്തഅബു ശഹവാത്തില്ലത്തി കാനത് തത്ലു ശയാത്തീൻ വഹിയ അൽ മആസിഫ് വല്ലഅബ് വകുല്ലു ശൈഇൻ യസുദ്ദു അൻ ദിക്രില്ലാഹ്. പിശാചുക്കൾ രാജവാഴ്ചയുടെ പേരിൽ പിശാചുക്കൾ പറഞ്ഞു വരുത്തിയത് അവർ പിൻപറ്റി എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നത് റളിയല്ലാഹു അൻഹു, പിശാചുക്കൾ ചൊല്ലിക്കൊടുത്ത ദേഹേച്ഛകളെ അവർ പിൻപറ്റിയെന്നാണ്. ശൈത്താൻ പറയുന്ന അനുസരിച്ച് അവർ ജീവിച്ചു. ആര്? മുൻഗാമികളായ ജൂതനസാറാക്കൾ. നമ്മളെന്താ ഫാത്തിയിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞത്? പടച്ചോനെ ഓല കൂട്ടത്തിലാക്കല്ലേ, രക്ഷപ്പെട്ടവരെ കൂട്ടത്തിലാക്കണേ, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ പറയുന്നത്. ഇവരുടെ ഒരു സ്വഭാവം എന്തായിരുന്നു അറിയോ? അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ അവരാണ് ചെയ്യും. തന്നിഷ്ടം. ഇപ്പൊ കള്ളുടിക്കണം തോന്നിയോ കള്ളുടിക്കും, വ്യഭിചരിക്കണം തോന്നിയോ വ്യഭിചരിക്കും, മോഷ്ടിക്കണം തോന്നിയോ മോഷ്ടിക്കും, പിടിച്ചു വരക്കണം തോന്നിയോ പിടിച്ചു വരക്കും, ഹറാമ് കാണണം കേൾക്കണം അതിൻ്റെ ഏജൻസി ആകണം തോന്നിയോ അതൊക്കെ അവർ ചെയ്യും.
എന്താ തോന്നിയാസം അവർക്ക് തോന്നണം അതൊക്കെ അവരോട് ചെയ്യും. ആ കൂട്ടത്തിൽ വീണ്ടും പറയണ വഹിയ, അതെന്തൊക്കെയെന്നറിയോ? അൽ മആസിഫ്. എന്തത്? വാദ്യോപകരണങ്ങൾ, ഓർക്കസ്ട്ര, മ്യൂസിക്. രണ്ടാമത്തതല്ല കളി. അപ്പൊ കളിനെ കുറിച്ചും കുറച്ച് ആലോചന വേണ്ടതുണ്ട്. കളി ശരിക്കും ഇപ്പം ഈ ഒരു സ്പോർട്സ് ഇപ്പോൾ കഴിഞ്ഞല്ലോ, ഇനി അതിങ്ങനെ വരികയാണ്, ഓരോന്ന് വരികയാണ്. ഈ സമയത്തൊക്കെ ഒരാൾ ഫത്വ കൊടുത്ത് ഞാനിപ്പോൾ എടുത്ത് കേട്ട് നിസ്കാരം ഒഴിവാക്കാൻ ഞാൻ മതി, കാണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ആയത്തിൻ്റെ വിഷയത്തിന് അദ്വൈത എന്ന് പറഞ്ഞത് കളീന എങ്ങനെ എഴുതുന്നില്ല. അപ്പോൾ കളി മൊത്തത്തിൽ നമ്മളൊന്ന് പേടിക്കേണ്ട സംഗതിയാണ്. ഞാനതിനെ വിശദീകരിക്കുന്നില്ല, കാരണം അവർ പണ്ഡിതനല്ലാത്തത് കൊണ്ട്. അത് കുറച്ച് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. മൂന്നാമത്തെ വിഷയം എന്താ? അള്ളാഹുവിൻ്റെ സ്മരണയെ തടഞ്ഞു നിർത്തുന്ന എല്ലാ കാര്യവും. റബ്ബിനെ മറപ്പിക്കുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ വർഷത്തിൽ പെടും. അള്ളാഹിനെ മറപ്പിക്കുന്നത് എന്താണോ അതൊക്കെ വളരെ ഗൗരവമുള്ള സംഗതികളാണതൊക്കെ. പിശാചിന്റെ ചതിക്കുഴികളാണതെല്ലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ ഉമ്മത്ത് മുസ്ലിമെ ബാധിച്ച മാരക രോഗം ഏതാ? ഹവ, തന്നിഷ്ടം, ദേഹേച്ഛം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയലുണ്ട് നമ്മളൊക്കെ സലഫികളാണെന്ന്, അല്ലേ? സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫുകളുടെ മാർഗം പിൻപറ്റുന്നവർ. എന്നാൽ ഇടക്ക് അവനാൻ്റെ ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ എന്ത് പറയും? സെൽഫികൾ എന്ന് പറയും. സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫുകളുടെ മാർഗം പിൻപറ്റുന്നവർ. സെൽഫികൾ എന്ന് പറഞ്ഞാൽ അവനാനിഷ്ടമുള്ളത് ചെയ്യുന്നവർ. അവനാനിഷ്ടമുള്ളത് ചെയ്യുന്നവർ ഈ ലോകത്ത് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ അധികമുണ്ട്. ഈ ഉമ്മത്തിനെ ബാധിച്ച മാരക രോഗം ഏതാ? സെൽഫിസമാണ്, സലഫിസം അല്ല. സെൽഫിസം, ദേഹേച്ഛ, തന്നിഷ്ടം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, وإنه سيخرج من أمتي أقوام تجارى بهم تلك الأهواء كما يتجارى الكلب لصاحبه لا يبقى منه إرق ولا مفصل إلا دخلا. എൻ്റെ ഉമ്മത്തികളിൽ ഒരു വിഭാഗം പുറത്തു വരാനിരിക്കുന്നു. എങ്ങനെ? അവരെയും കൊണ്ട് തന്നിഷ്ടങ്ങൾ ചലിക്കും. എങ്ങനെയെന്നറിയോ? നായ കടിച്ച് പേ ഇളകിയ ഒരാളുടെ രോഗം അത് അയാളിൽ ബാധിച്ചവനിൽ ചലിക്കുന്നത് പോലെ അയാളുടെ ഒരു നാഡിയിലോ സന്ധിയിലോ അത് അവശേഷിക്കൂല കടന്നു ചെല്ലാതെ. നായ കടിച്ച് പേ ഇളകിയ ഒരാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടാ? അയാൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. അങ്ങനെ തന്നിഷ്ടം പ്രവർത്തിക്കുന്ന ഒരു ഉമ്മത്ത് മുസ്ലിമോട്. എങ്ങനെ? ഒരു നായ കടിച്ചിട്ട് പേ പിടിച്ച ഒരാളോടാണ് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണത്, സ്വന്തം സുഖത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യും. ഇങ്ങനെ പറയപ്പോ സ്വന്തം സുഖത്തിന് വേണ്ടി മുസ്ലിങ്ങൾ എന്തും ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? ഒന്നും കൂടി വിശദീകരണമായി, അല്ലേ? നമ്മളിലേക്ക് ചുരുക്കിയാൽ എന്തും ചെയ്യും. എന്തും ചെയ്യുമെന്ന് പറഞ്ഞാല് പിശാച് അവർക്കത് ഭംഗിയാക്കി തോന്നിപ്പിക്കും. സുഖത്തിന് വേണ്ടിയുള്ള ഒരു ഭ്രമം എവിടെ മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട്. സുഖം വേണമെന്ന, സുഖം വേണം, സൗകര്യം വേണം, സംവിധാനങ്ങൾ വേണം. അതെങ്ങനെ? ഏത് നിലക്കായാലും വേണ്ടില്ല. അത് ലഹരിയായാലും വേണ്ടില്ല, കള്ളായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല, വ്യഭിചാരമാണെങ്കിലും വേണ്ടില്ല, തോന്നിവാസമാണെങ്കിലും വേണ്ടില്ല, സാമ്പത്തിക കൃത്രിമത്വമാണെങ്കിലും വേണ്ടില്ല, അപവാദ പ്രചരണമാണെങ്കിൽ പോലും വേണ്ടില്ല. ലഹരി ഒരുതരം ആനന്ദം. ഇതിനു വേണ്ടി എന്തു മനുഷ്യന്മാർ ചെയ്യും. അത് ചെയ്യുന്നതിൽ മുസ്ലിമുകളും ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണേ. എന്ത് തോന്നിയാസം ചെയ്യുക, എന്ത് തോന്നിയാസം ചെയ്താലും അതൊരു പ്രശ്നമല്ലാതാകുക. ഇന്ന് മുസ്ലിങ്ങളെ ബാധിച്ച ഏറ്റവും വലിയ രോഗത എന്ത് തോന്നിയാസം ചെയ്താലും അതൊരു പ്രശ്നമല്ല. ഒരിക്കങ്ങനെ വലിച്ചിറക്കിയ കേബിള് പുരയിലുണ്ട്, മുന്നിലിരുന്നിട്ട് സിനിമ അങ്ങനെ കാണാം, നോ പ്രോബ്ലം. സംഗീതം കേൾക്കുക, ഒരു പ്രശ്നമില്ല. വൃത്തികേട് കാണാം, ഒരു പ്രശ്നമില്ല. മൊബൈലിൽ നെറ്റിൽ നിന്ന് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വൃത്തികേട്, തമ്മാടിത്തം. എത്ര അറിയോ? 13 വയസ്സുള്ള ചക്കായി. 6ാം ക്ലാസ് പഠിക്കണോൻ, 8ാം ക്ലാസ് പഠിക്കണോൻ, 9ാം ക്ലാസ് പഠിക്കുന്നോള് എങ്ങനെ മൊബൈൽ വഴി അശ്ലീലതകൾ, SMS-കൾ, തോന്നിവാസങ്ങൾ ഡൗൺലോഡ് ചെയ്യണോ, വേറൊരാൾക്ക് അത് ഫോർവേഡ് ചെയ്തിരിക്കണ, ഒരു കുഴപ്പമില്ല. എന്തും. അപ്പൊ നമ്മൾ ചോദിച്ചാൽ എന്താ പറയാ? ഇതെന്താ? അത് ഒരുത്തം പറഞ്ഞറിയോ? സാറേ, ഇന്ന ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ മദ്യപിക്കാത്തവരായിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ആരുമില്ല. 8ാം ക്ലാസ്സിൽ. ഞാൻ സ്ഥലം പറയണില്ല, വല്ലാത്തൊരു പ്രശ്നമാണത്. മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ബേജാറാവും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് പോയിന്റ് എവിടെയെന്ന് മനസ്സിലായിണ്ടാവും. ആലോചിച്ചൊക്കെ എന്തപ്പത്? മദ്യപിക്കാത്തവരായിട്ട് ആരുമില്ല. വേറൊരാൾ ഒരിക്കൽ പറഞ്ഞെന്തറിയോ? വേറൊരാൾ
ചില കുട്ടികൾക്ക് തോന്നും, ഞാൻ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കല്ല, പക്ഷെ പറഞ്ഞപ്പോൾ പറയാണ് ഈ തോന്നിവാസത്തെ രക്ഷിതാക്കൾ പോലും ന്യായീകരിക്കുന്നു എന്ന് പറയാണ്. എന്ത് തോന്നിയാസം ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. ഒരിക്കൽ കുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, സാർ എന്നെ പിടിച്ചു വലിക്കുന്നു എൻ്റെ രക്ഷിതാക്കളും എൻ്റെ സ്കൂളിലെ വിദ്യാർത്ഥികളും എന്നാണ്. ഒരു കൈ അങ്ങോട്ടും പിടിച്ചു വലിക്കണം, ഒരു കൈ ഇങ്ങോട്ടും പിടിച്ചു വലിക്കും. അതൊരു പ്രതീകാത്മകമാണ് കുട്ടി പറഞ്ഞത്. നല്ലോ ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ സഹോദരിമാർ പുറകിലിരുന്ന് ഭർത്താനല്ല പറയേണ്ടത്, നല്ലോ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. എന്താ പിടിച്ചു വലിക്കണത്? 9ാം ക്ലാസ് പഠിക്കണം മോള് പറയാം. ഒരു 13-14 വയസ്സ് കുട്ടിക്കോളെ, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ 15 വയസ്സ് കുട്ടിക്കോളെ, നല്ല പ്രായം. അള്ളാഹു നമ്മുടെയൊക്കെ മക്കൾക്ക് സൽബുദ്ധിയും ഈമാനും തഖ്വയും ഒക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മോള് പറയണത്, എൻ്റെ വീട്ടിൽ വന്ന ഉപ്പച്ചി ഉമ്മച്ചി സ്ട്രിക്റ്റാണ്, അവരെന്നെ നന്മയിലേക്കാണ് പിടിച്ചു വലിക്കുന്നത്. സ്കൂളിൽ ചെന്നാലോ അവർ തിന്മയിലേക്കാണ് ക്ഷണിക്കുന്നത്. അതും ഒരു മുസ്ലിം ട്രസ്റ്റിന് കീഴിലുള്ള സ്കൂളാണ്. എന്നിട്ട് ആ മോള് പറഞ്ഞെന്തറിയോ, എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി. എന്താന്ന് ഞാൻ ചോദിച്ചു, എന്തിനാ മോളെ? ഒന്നുമല്ല, എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾക്കൊക്കെ, ഞാൻ പറയണ്ടു നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാവോ? എനിക്ക് പ്രയാസമല്ല, നിങ്ങൾക്ക് ഉണ്ടാവോ? ഇല്ല. എല്ലാവർക്കും എന്തുണ്ട്? അഫയറുണ്ട്. അഫയർ പറഞ്ഞാൽ കൊളത്തൽ. എന്നിട്ട് രസം എന്താ പറയുക, രണ്ടാമത്തത് അവർക്കൊക്കെ കിട്ടുന്നൊരു അനുഭൂതി ഉണ്ട്, അതെനിക്ക് കിട്ടുന്നില്ല. അതെന്താ? അവരോടൊക്കെ വാപ്പിയും ഉമ്മയും പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? നിങ്ങളുടെ രക്ഷിതാക്കൾ എന്താ പറഞ്ഞു കൊടുത്തറിയോ? നിങ്ങൾ സീരിയസ് ആകാഞ്ഞാ മതി. പ്രണയിച്ചോളി, സീരിയസ് ആകണ്ടാന്ന്. അപ്പൊ അതെന്ത് പ്രണയ? നിങ്ങൾ പ്രണയിച്ചോളി, സീരിയസ് ആകാത്ത പ്രണയം. അതായത് ഒരുത്തനായിട്ട് പ്രണയിക്കുക, ഓരോരുത്തനെ കല്യാണം കഴിക്കുക. ഇത് എൻ്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു മോളോട് ചോദിച്ചു, അപ്പോൾ സാറേ നമുക്ക് അങ്ങനെ അത്രക്ക് തെറ്റാണോ അപ്പോൾ ഇതെന്ന് ചോദിച്ചു. അറിയില്ല, മുസ്ലിം കുട്ടിയാണ്, തട്ടട്ട കുട്ടിയാണ്, എല്ലാം ഉഷാറാണ്, നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്, ഇത് ഇത്ര വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആ മോളോട് തിരുത്തി കൊടുത്തു. എന്തറിയോ മോളെ, ഇപ്പോൾ ഒരാളെ പ്രണയിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ ഇങ്ങനെ പറയേണ്ട പ്രശ്നമുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. എന്നോട് ചിലപ്പോൾ പറയും, നിങ്ങളെന്തിനാ ഈ ഇതിലൊക്കെ പോകുമ്പോൾ ഈ നെറ്റിലൊക്കെ ആളുകൾ ഇത് കേൾക്കൂല, എങ്ങനെ പരസ്യമായിട്ട് പറയണതാ. ഇപ്പോൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഗൈഡൻസ് എന്നുള്ള സാധനം പരസ്യമായിട്ട് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ചോദ്യം തന്നെ അതാണ്. മറുപടി അപ്പോൾ നമ്മൾ പറഞ്ഞോട് നിർവാഹമല്ല, പറഞ്ഞു കൊടുക്കുന്ന നിർബന്ധമാണ്. എന്താ സംഭവം? ഞാനപ്പോൾ പറഞ്ഞു, മോളെ ശരിക്കും നമ്മൾ ഒരാളെ പ്രണയിക്കണോ വേറൊരാളെ കല്യാണം കഴിക്കണോ? ഒരാൺകുട്ടിയോട് ചോദിച്ചു, മോനെ നീ വേറൊരാളുമായി പ്രണയിച്ച അല്ലെങ്കിൽ ഇഷ്ടം പങ്കുവെച്ച അല്ലെങ്കിൽ വെറുതെ ഒരു കമൻറ്റ് പറഞ്ഞ ഒരു ആൺകുട്ടി ആണ് നീ എന്ന് വിചാരിക്കുക, നിന്റെ ജീവിതത്തിലേക്ക് അതുപോലെ ഒരു പെൺകുട്ടി കടന്നു വരാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് ചളിക്കുണ്ടിലാണെങ്കിലും നല്ല കുട്ടീനെ വേണമെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെയാണെങ്കിൽ പ്രണയിക്കുന്നിടത്ത് ഒരാളും കല്യാണം കഴിക്കുന്നിടത്ത് വേറൊരാളും നേരിക്കുക, സ്വാഭാവികമായി കല്യാണം കഴിച്ച ആളും അങ്ങനെ തന്നെ ആണെങ്കിലോ? അതൊരു പോയിന്റ് അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എനിക്ക് വിവാഹം കഴിക്കാൻ ഒരാള്, കല്യാണം പ്രണയിക്ക് രസത്തിൽ കുറച്ചാലങ്ങ് നടക്കാം വേറൊരാള്. അപ്പൊ ഈ മക്കളെ മനസ്സിൽ എന്താ ഉള്ളത് ശരിക്ക്? ഇതെന്തത്? അപ്പൊ എല്ലാവരും ഇങ്ങനെയാണെങ്കിലോ? അതേ ഏതൊരു കുഞ്ഞിനെയാണോ വിവാഹം കഴിക്കുക, ആ കുഞ്ഞിന് ഇത്ര ഒരു ചിന്താഗതി ഉണ്ടായിരുന്നെങ്കിലോ? പഴിച്ചില്ലേ, പോയില്ലേ, നശിച്ചില്ലേ, ജീവിതം പരാജയപ്പെട്ടില്ലേ? വെറുതെ ആണോ? നിങ്ങൾ കേരളത്തിലെ ഡൈവേഴ്സിന്റെ സെൻസസ് എത്രങ്ങൾ? 34% കേരളത്തിലെ ഡൈവേഴ്സ്. ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയി, ജേണൽ വായിച്ചപ്പോൾ. ആ ജാതി ഡൈവേഴ്സ് കേരളത്തിൽ. അത് മറ്റു ചില രാഷ്ട്രങ്ങളൊക്കെ കൂടുതലാണ്. കുവൈത്തിൽ 70%, ഖത്തറിൽ 45%. ഇവിടെ എത്ര എന്നുള്ള എനിക്കറിയില്ല, ഇവിടെ അധികം നിന്നിട്ടില്ല, എനിക്ക് പൊതുവെ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് വരാം. ഓരോ നാട്ടിലെയും സെൻസസ് എടുത്ത് നോക്കിയാൽ നമ്മൾ സങ്കടപ്പെട്ടു. കുടുംബ ഛിദ്രതകൾ, എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ ആളുകൾ പോണത്. മനസ്സംഘർഷങ്ങളുടെ, ക്ലേശങ്ങളുടെ, പ്രയാസത്തിന്റെ ഒരു ഹിമാലയത്തോളം വരുന്ന പ്രശ്നങ്ങളുടെ മുന്നിൽ ജീവിച്ചാലും മനുഷ്യർ അതിനൊക്കെ പ്രതികരിക്കുന്നത് എങ്ങനെ അറിയോ? വളരെ സാമട്ടിലാണ്. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ എന്താ, ഒരു ഞരമ്പുണ്ട്, അതാണ് കട്ട് ചെയ്താൽ മതി, പ്രശ്നം അവസാനിച്ചില്ലേ. എസ്കേപ്പിസം എന്നതിന് പറയാ. സൈക്കോളജിയിൽ വലിയൊരു ഭാഷ ഉണ്ടാകുന്ന നിലക്ക് പറയുന്നത് രക്ഷപ്പെടൽ. പരീക്ഷ തോറ്റ രക്ഷപ്പെടൽ അല്ലേ? പ്രണയത്തിൽ തോറ്റാൽ രക്ഷപ്പെടൽ, ഉമ്മച്ചിനോട് തെറ്റിയ രക്ഷപ്പെടൽ, ബാപ്പച്ചി അടിച്ചാത്ത രക്ഷപ്പെടൽ. താനി പൊട്ടത്തരാണത്. ഭർത്താവോട് തെറ്റി, അപ്പൊ എന്താ, നേരെ കയറി ഫ്ലാറ്റിന്റെ ഇവിടെയൊക്കെ ആകുമ്പോൾ എല്ലാം മേലക്ക. വേൾഡ് ട്രേഡ് സെന്ററിന്റെ മുകളിൽ കയറിയ മാതിരി ഇവിടെ എല്ലാം മോൾക്ക് ഉണ്ടാക്കണ. ഒരു 9ാം നിലയൊക്കെ കയറി ചാടി അറിയില്ല എന്താ സംഗതി, പുതിയാപ്പള തെറ്റി കുട്ടികളോടൊപ്പം ഒന്ന് ഓള് മാത്രം ചാടുകയാണെങ്കിൽ എന്നാൽ ഓന് രക്ഷപ്പെട്ടു, മക്കളും രക്ഷപ്പെട്ടു നിർത്താ.
ഇത് കുട്ടികളെ കൂട്ടിയാണ് ചാടുകയാണ്. ഇതൊക്കെ ശരിക്കും പരിഹാസത്തോടു കൂടി പറഞ്ഞാലേ മനസ്സിലുള്ളൂ. അത്രത്തോളം വിഡ്ഢികളായി വരികയാണ്. ആരെന്നറിയോ? വളരെ എഡ്യൂക്കേഷനുള്ള, സൊസൈറ്റിയിൽ സ്ഥാനമുള്ള, ഒരുപാട് യൂണിവേഴ്സിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ട നല്ലൊരു ഫ്രണ്ട്ഷിപ്പൊക്കെ സ്വീകരിച്ച കുറേ ആളുകൾ പോലും ഇത്ര പൊട്ടത്തരങ്ങൾ ചിന്തിച്ചായിട്ടാണ്. ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ചാൽ, ഇതിനൊക്കെ കാരണക്കാരനാരറിയോ? വേറെ ആരുമല്ല, ശൈത്താനാണ്. മനുഷ്യന്റെ എല്ലാ മനസ്സംഘർഷങ്ങളുടെയും കാരണക്കാരൻ പിശാചാണ്. ഓനെ തിരിച്ചറിഞ്ഞാൽ മതി. ആദ്യം സുഖത്തിന് വേണ്ടിയുള്ളൊരു ഭ്രമം മനുഷ്യനെ ബാധിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്. എന്നിലായാലും നിങ്ങളിലായാലും ക്ഷമിക്കാനും സഹിക്കാനും ത്യജിക്കാനും ഒക്കെയുള്ളൊരു മനസ്സ് മനുഷ്യൻ നഷ്ടമായി പോയി. ഇത് യാഥാർത്ഥ്യമാണ്. ഒരു ശരാശരി മനുഷ്യന് ഏറ്റവും ആനന്ദം നൽകുന്ന 2 സംഗതികളുണ്ട്. അതെന്താ നിങ്ങൾ? സാധാരണ ഒരു മനുഷ്യന് ആനന്ദം നൽകുന്ന ഒന്ന് സമ്പത്താ, മറ്റേതോ കുഞ്ഞു മക്കള്. ഒരു മനുഷ്യന് ആനന്ദം നൽകുന്ന 2 സംഗതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്നാ, എൻ്റെ ഭാര്യ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. പുതിയാപ്പിള ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ മോൻ ഉണ്ടായാൽ മതി എന്ന് ചിന്തിക്കുന്ന ഭാര്യമാർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എനിക്കറിയുന്ന വ്യക്തികളുണ്ട്. കല്യാണമൊന്നും വേണ്ട, എൻ്റെ മോളെ നേരെ വളർത്തി വലുതാക്കി അവക്കൊരു ജീവിതം നൽകി അങ്ങനെ മരിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാനം വഹിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം കേരളത്തിൽ. നിങ്ങൾ ആലോചിച്ച്, ഒരു ബന്ധങ്ങൾക്കൊന്നും ഒരു നിലയും വിലയും കൽപ്പിക്കാത്തൊരു ലോകത്തേക്ക് മനുഷ്യൻ ചെന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. അതിൻ്റെ മുമ്പ് പറഞ്ഞ് ഞാൻ വീണ്ടും പറയാണ്, എന്താ നമുക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സംഗതി. അതെന്താ? സ്വത്തും സന്താനങ്ങളും. ഈ 2 പറ്റിയും ഖുർആനിൻ്റെ കൽപ്പന എന്താ? അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഈ ആയത്ത് നിങ്ങൾ എവിടെ കേട്ടില്ലേ? ഈ ആയത്ത് നമ്മുടെ നാളെ ഓതൂലേ? ഓതും ഇൻഷാ അല്ലാഹ്. 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫിന്റെ 46. മനുഷ്യരോട് റബ്ബ് പറയാ, നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഈ ദുനിയാവിലെ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. അലങ്കാരം ഷോ. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ ഷോ കേസ് ഉണ്ടാവും. എന്തിനാ ഷോ? ആളുകൾ വരുമ്പോൾ മാഷാ അല്ലാഹ് ഒരു പ്രത്യേക ആകർഷണീയത. ആശുപത്രികൾക്ക് വരെ ഷോ ഉണ്ടാവും. ഞാനൊരു ആശുപത്രി ജീവനക്കാരനാണ്. എൻ്റെ ആശുപത്രിയുടെ ഫ്ലക്സ് വരെ പബ്ലിസിറ്റി വരെ പുറത്തൊക്കെ ഉണ്ട്. അതൊരു ഷോ കൊടുക്കുകയാണ്, ആളുകളെ ആകർഷിക്കാൻ വേണ്ടി, അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ജനങ്ങളിങ്ങനെ വരാൻ വേണ്ടി അല്ലേ? ഈ ആളുകളെ ആകർഷിക്കുന്നൊരു ഷോ എന്ന നിലക്ക് തന്നെയാണ് മക്കളെയും സ്വത്തിനെയും ഉപമിച്ചത് ഖുർആൻ. ഒരു ഷോ, അലങ്കാരം മാത്രമാണ്. എൻ്റെ വിരലിൻ്റെ തുമ്പത്ത്, എൻ്റെ കഴുത്ത്, എൻ്റെ ഒക്കത്ത്, എൻ്റെ മാറിൽ, എൻ്റെ മുന്നിൽ പിന്നിലൊക്കെ മക്കളിങ്ങനെ ഓടി നടക്കുക. എത്ര കുട്ടികളുണ്ട്? 3 ആള്. മാഷാ അല്ലാഹ്. നമുക്ക് അതുപോലെ അറിയാൻ പറ്റും, പറയാനറിയില്ല. മാഷാ അല്ലാഹ് എന്ന് പോലും നമ്മൾ പറയില്ല ചിലപ്പോൾ. അത് വേറെ വിഷയം. ഒരു മക്കളും ഇല്ലാത്ത ഒരാളെ കാണുമ്പോഴോ നമുക്ക് വല്ലാത്ത സങ്കടമാണ്. ചിലപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ചിലപ്പോൾ പറയലുണ്ട്, കുറേ മക്കളുള്ള ഒരാളെ മക്കളില്ലാത്ത ഒരാൾ കാണാന്നിരിക്കുക. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം. എന്തേ? ഒന്നും ആയില്ലല്ലേ? ഇല്ലേ, ആയിട്ടില്ല, ചികിത്സയിൽ തന്നെ. എത്ര കൊല്ലമായി മക്കളില്ലാഞ്ഞിട്ട്? 18 കൊല്ലം. 18 കൊല്ലം മക്കളില്ലാതെ ജീവിച്ചിട്ട്, ഇണകളായി ജീവിച്ചിട്ട്, പരസ്പരം സ്നേഹിച്ച് ജീവിച്ചിട്ട്, പരസ്പരം അങ്ങേയറ്റം വാത്സല്യത്തോടു കൂടി ജീവിച്ചിട്ട്, അവസാനം 2 വീട്ടുകാരാൽ വേർപിരിയപ്പെട്ടൊരു ദമ്പതികൾ കേരളത്തിലെ മലപ്പുറം ജില്ലയുടെ വണ്ടൂർ എന്ന് പറയുന്നൊരു പ്രദേശത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതിനടുത്ത് ഞാൻ ഞെട്ടിപ്പോയി മിനിഞ്ഞാന്ന് ആ വിഷയം പറഞ്ഞിട്ടപ്പോൾ. അത് നിങ്ങൾ 2 വീട്ടുകാർ അടർത്തിൻ്റെ എടുത്തു 2 ആള്. ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു, ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങൾ മതി എന്ന് തീരുമാനിച്ചപ്പോഴും സംഭവിച്ചില്ല. 18 കൊല്ലം പരസ്പരം സ്നേഹിച്ചവരെ. ഞാനത് പറയാതെ വയ്യ എനിക്ക്. ചില വീട്ടുകാരെ പൊട്ടത്തരണ്ടല്ലോ അതിലൊന്നാണത്. 2 ആള് തൊലാക്ക് നിർബന്ധിപ്പിച്ച് വാങ്ങാണ്. ആ തൊലാക്ക് ചെല്ലുമ്പോൾ എങ്ങനെ നിങ്ങൾ ഭാര്യയെ ഭർത്താവ് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് ആ തൊലാക്കിലിട നിന്നെ ആ തൊലാക്കിലിരിക്കുന്നു. ലോകത്ത് ഇന്നത്തെ ഒരു തൊലാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. അനുഭവങ്ങളുടെ ലോകത്ത് അത് ഒരിക്കലും മനസ്സിന് റബ്ബേ 2 ദിവസമായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ വിങ്ങിപ്പൊട്ടണമെന്ന് ആലോചിച്ചിട്ട്. എന്നിട്ടെന്താ? ഓനെ കൊണ്ട് നിർബന്ധിപ്പിച്ചൊരു കല്യാണം കഴിപ്പിച്ചു. ഓളോ ജീവിതത്തിന് എനിക്കൊരു കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കാൻ ചെയ്യും. എന്തേ പോലും കിട്ടിയത് ആണെന്ന് പറയും? ഒന്നും കിട്ടിയില്ല. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളായി പറയണതൊക്കെ. ശരി സഹോദരൻ, ഞാൻ അങ്ങോട്ട് പോകില്ല. പക്ഷെ ഇവിടെയൊക്കെ മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന ഒന്നെന്താ? മക്കളാണ്. ഈ 2 മക്കൾ, അല്ലെങ്കിൽ ഈ 2 സംവിധാനം, സ്വത്തും മക്കളും.
ഈ രണ്ടിൻ്റെയും വളർച്ച രക്ഷിതാക്കളെ നമുക്ക് നല്ല നിലക്കാണോ? ഞാൻ അതിൻ്റെ ഇടയിൽ ചോദിക്കണത് അതിനാണ്. നമ്മുടെ സ്വത്തും നമ്മുടെ മക്കളും നല്ല നിലക്കാണോ വളരുന്നത്? ആണോ? ഭൂരിഭാഗത്തിനും ഉത്തരമുണ്ടാവില്ല. കാരണം എന്താ അറിയോ? രണ്ടിലും ഹറാമ് കലർന്നിട്ടുണ്ട്, രണ്ടിലും പിശാച് പങ്കെടുത്തിട്ടുമുണ്ട്. എങ്ങനെയാണത് പിശാച് പങ്കെടുക്കുക? വയസ്സുകാലത്ത് ചവിട്ടിപ്പുറത്താക്കപ്പെട്ട രക്ഷിതാക്കളോട് ചോദിച്ചാൽ, ഉമ്മാ ഉപ്പാ നിങ്ങൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ കണ്ണീരൊലിപ്പിച്ചിട്ട് വിതുമ്പിയിട്ടവർ പറഞ്ഞു പോകും, മോനെ എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ നോക്കിയതാണെന്നറിയാമോ മോനെ, എന്നിട്ട് എൻ്റെ ഗതികേട് നീയൊന്ന് ആലോചിക്കണേ മോനെ. എനിക്കിപ്പോഴും അനുഭവമുണ്ട് കൂട്ടരെ. റമളാനിൻ്റെ ആദ്യത്തെ ദിവസം ഞാനൊരു കുടുംബത്തെ സന്ദർശിച്ച് എൻ്റെ ആശുപത്രിയിൽ, കോഴിക്കോട് ജില്ലക്കാരാ. ഇതൊരു രസമെന്നറിയാം വാപ്പാനെ കാണാൻ. അതേപോലെ തന്നെ വെളുത്ത് നല്ല സൗന്ദര്യമുള്ളൊരു ഉമ്മയും നല്ല സൗന്ദര്യമുള്ളൊരു വാപ്പച്ചി. ഞാൻ ചോദിച്ചു, അല്ല നോമ്പല്ലേ മക്കളോ എന്ന് ചോദിച്ചു. ഇയാൾ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടു. എന്നിട്ട് അവർ അഡ്മിറ്റ് ചെയ്തു. ബൈപ്പാസ് ഇങ്ങനെ കംപ്ലീറ്റ് ആ മേജർ സർജറിയാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം ഇന്ന് കാണാൻ ചെന്നപ്പോൾ ഇവർ ഒരേ കരച്ചിൽ. ആ മനുഷ്യൻ ആ ബെഡ് കിടന്ന്, നല്ല തടിയുള്ള ആളാണ്, ബെഡ് കിടന്നിട്ടൊന്ന് കുലുങ്ങി. ഞാൻ ബേജാറായി പോയി. അപ്പോൾ പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് മക്കളില്ലെങ്കിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ അവർ പറഞ്ഞൊരു വാക്കെന്ന് പറയുക, കുട്ടികൾ വന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഈ കരച്ചിൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കൂടുതൽ ചോദിച്ചില്ല, എനിക്കൊന്നും മനസ്സിലായെന്നറിയോ? ആ വാപ്പച്ചിനെയും ഉമ്മച്ചിനെയും പരിചരിക്കാൻ മക്കളില്ല ഈ ലോകത്ത്. എങ്ങനെ ഉണ്ടായിട്ടും ഗുണമില്ല എന്നാണ്. ഗുണമില്ല. ഇങ്ങനെ ഗുണമില്ലാത്ത മക്കൾ എന്തിനാണ് ആ മക്കൾ? നിങ്ങൾ ആലോചിച്ച്. നമ്മളിപ്പോൾ ആലോചിക്കണം, ആ പ്രായത്തിലെത്തിയിട്ട് കിടക്കപ്പായെന്ന് എണീക്കാൻ പറ്റാത്ത സമയത്ത് എന്തിനാ റബ്ബേ ഈ മക്കളെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ആലോചിക്കണം എന്തിനാണ് ആ മക്കൾ. അന്ന് നമുക്ക് ഉപകരിക്കാത്ത സ്വത്തിനെ പറ്റിയിട്ട് അന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ആലോചിക്കണം, പഠിച്ചോൻ എന്തിനാ അങ്ങനത്തെ ഒരു സ്വത്ത്. രണ്ടിപ്പോൾ ആലോചിക്കേണ്ടത്. ഈ മക്കൾ പൊടിമക്കൾ വളർന്ന് വലുതാവുമ്പോൾ ആലോചിക്കേണ്ടത്, ഈ കാണുന്ന ഈ ചെറുക്കണ്ടല്ലോ, ഇതിങ്ങനൊന്നും ആവില്ല വലുതായാൽ. ഈ കാണുന്ന സ്വത്തുണ്ടല്ലോ, ഇതിങ്ങനെയാവില്ല വലുതായ ഒരുപാട് കാലം കഴിഞ്ഞാൽ എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരേണ്ടത് അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ എന്തിനത് പറഞ്ഞു വെച്ചാൽ, ഈ ഒരു ഉമ്മ പറഞ്ഞ വാക്കെന്തറിയോ? അവർക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യാത്തതെന്നാണ്. കോഴ്സിന് ഫീസ് കഴിയാഞ്ഞിട്ട് ലോൺ എടുത്തിട്ടാണ് ഞാനവരെ പഠിപ്പിച്ചതെന്നാണ്. അപ്പം പിന്നെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ലോൺ എടുത്തിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ ആയുസ് മുഴുവനും ജീവിച്ചത് അവർക്കാണ്. എന്നിട്ടും വണ്ടി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി വാങ്ങിച്ചു കൊടുത്തു. മൊബൈൽ എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ സാധനമില്ലേ, അതൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അത് മേടിച്ചു കൊടുത്തു. പിന്നെ എന്തോ ഇങ്ങനെ തൊട്ട് കൂട്ടണ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതും മേടിച്ചു കൊടുത്തു. ഇമ്മച്ചിയുടെ വർത്താനം കേട്ടാൻ നല്ല രസമാണ്. എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എന്നിട്ടും അവസാനം ആ മക്കൾ എനിക്ക് ഉപകരിക്കണില്ല എന്നാണ് അമ്മ പറഞ്ഞതിൻ്റെ ചുരുക്കം. സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ലോകത്തെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതറിയോ, ഉമ്മ അല്ലെങ്കിൽ അത്തരം ഉമ്മമാരെ വാപ്പമാരെ നമ്മൾ ഈ 2 ഉപയോഗിച്ചത് ഹലാലിലല്ലായിരുന്നു, പലപ്പോഴും ഹറാമിലാണ്. ഞാൻ ഈ പറയുന്ന നിമിഷം വരെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സന്താനങ്ങളുടെ ജീവിതം ഹലാലിലാണോ ഹറാമിലാണോ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നത്? നമ്മുടെ സ്വത്ത് ഉപയോഗിച്ചത് ഹറാമിലാണോ ഹലാലിലാണോ? കുടുംബരംഗത്തും സാമ്പത്തിക രംഗത്തും അനിസ്ലാമിക മാർഗങ്ങളാണ് പലരും ഉപയോഗിച്ചത്, പലരും ഇന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ തുറന്നു പറയാം, എൻ്റെ സഹോദരിമാരോട് എനിക്ക് തുറന്നു പറയാനുള്ളത്, സുബഹി നമസ്കരിക്കാത്ത മക്കളെ ഓർത്തിട്ട് ഉമ്മമാർക്ക് ബേജാറില്ല. എത്രയോ കുടിയിലെന്ന നിങ്ങൾ രാവിലെ 3:30 മണിക്ക് അലാറം വെച്ചിട്ട് മക്കളെ എണീപ്പിക്കുകയാണ്. എന്തിനാ? എക്സാം ഉണ്ടെന്നാണ്, പരീക്ഷ ഉണ്ട്. ഇനി അതിലപ്പോൾ രസം എന്തറിയോ? ഇന്റേണൽ എക്സാമിന് 4 മണിക്ക് 3 മണിക്ക് നീക്കാത്തതിന് ഉമ്മാക്ക് ബേജാറും പരാതി. പക്ഷെ സുബഹി നിസ്കരിക്കാത്ത മക്കളെ പറ്റി ആലോചിച്ചിട്ട് ഉമ്മാർക്കും പാപ്പാർക്കും ബേജാറുമില്ല, പരാതിയില്ല, പരിഭവമില്ല, ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് ഈ മക്കൾ വളർന്ന് വലുതായ നിങ്ങൾ അവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കണത്? കുത്തുവാക്കും ആ ഒഴിവാക്കലും ഒന്നുമില്ലായ്മത്തും അല്ലാതെ വേറെന്താ ഉണ്ടാവുക? ഒന്നും ഉണ്ടാവില്ല. ഇനി അതിലേറെ രസം എന്താ അറിയോ? ഞാൻ ചിലപ്പോൾ ആലോചിച്ച് വെക്കാറുണ്ട്, ചിലടത്ത് പറയാറുണ്ട്, SSLC പരീക്ഷയുടെ തലേ ദിവസം 2 തവണ പോയിട്ട് തൻ്റെ പ്രഷർ ചെക്ക് ചെയ്തൊരു ഉമ്മാൻ എനിക്കറിയാം. പണ്ടൊരു തമാശ എവിടെ വായിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഭൂമിയുടെ സ്പന്ദനം കണക്കിൽ, ഇന്ന് അങ്ങനെയല്ല പറയേണ്ടത്, ഉമ്മാൻ്റെ ഹൃദയസ്പന്ദനം കുട്ടിയുടെ മാർക്കിൽ നിന്നാണ്. അങ്ങനെ പറയണം. ഉമ്മച്ചിൻ്റെ ഹൃദയം ഇങ്ങനെ പിടക്കണ കുട്ടീൻ്റെ മാർക്കിനനുസരിച്ചാണ്. അവിടെ കുറഞ്ഞ ഉമ്മാൻ്റെ മനസ്സിൽ കുറഞ്ഞു, ഇടി കൂടി അല്ലേ, പൾസ് കൂടും കുറയും ചെയ്യാൻ. എങ്ങനെ? മക്കളെ മാർക്കിനനുസരിച്ചാണ്. എങ്ങനെ എത്തിയത്?
എൻ്റെ കുഞ്ഞിൻ്റെ മാർക്കിനനുസരിച്ച് 8ാം ക്ലാസ് പാസ്സാകാത്ത ഉമ്മച്ചിക്ക് +2 പഠിക്കുന്ന മകളുടെ ഒരു സബ്ജക്റ്റിലെ മാർക്ക് കുറഞ്ഞതിൽ ആക്ഷേപം, പ്രഷർ. നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തത്? എന്തിനങ്ങനത്തെ ഒരു ലോകം? എന്തിനങ്ങനെ ബേജാറാകണത്? ഞാൻ ഈ മണ്ണിൽ കാല് കുത്തിയിട്ട് ചെറിയ ടീനേജുകാർക്ക് ക്ലാസ് എടുത്തപ്പോൾ പോലും അവരോട് പറഞ്ഞൊരു വാക്കെന്തറിയാം, മക്കളെ നിങ്ങൾ ആരാകും? എഞ്ചിനീയർ ആകാം, ഡോക്ടറാകാം, പ്രൊഫഷണലാകാം, നല്ല വിദ്യാഭ്യാസമുള്ള ഏതാളും ആകാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തസ്തികകൾ നിങ്ങൾ കൈമാറാം, ഒരുപാട് മുതൽ നിങ്ങൾക്ക് ഉണ്ടാകാം. പക്ഷേ ഏതുണ്ടായാലും നിങ്ങൾ ഒന്നാകും. അതെന്താ? ഖബറടക്കപ്പെടും, മണ്ണടിയും. നിങ്ങൾ ഏതുവരെ പോകും? ഏതുവരെ നിങ്ങൾ പോകും? ഡോക്ടറായിട്ട്, എഞ്ചിനീയറായി, ഫിലോസഫറായി, ഹത്താ സുർത്തുമുൽ മഖാബിർ, ഖബർസ്ഥാന വരെ. അപ്പൊ എൻ്റെ കുഞ്ഞ് സ്വർഗമെന്ന് പറയുന്ന വിശാലതയുടെ ലോകത്ത് ജീവിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ഉമ്മമാർ എൻ്റെ കുഞ്ഞിൻ്റെ പര്യവസാനം ഖബറോടുകൂടി പിന്നെ നരകീയമാകണമെന്ന് ആലോചിക്കുന്നു എന്നത് ഈ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും സങ്കടകരമായ ചില രംഗങ്ങളാണ്. പല ഉമ്മമാരും, ഞാൻ അങ്ങനെ ചില ഉമ്മമാരെന്ന് പറയണില്ല, പല ഉമ്മമാരും നിങ്ങൾ ആലോചിക്കും. അപ്പൊ ഇവരുടെയൊക്കെ കാഴ്ചപ്പാട് എവിടെയാണ് നിലനിൽക്കുന്നതെന്ന് നിങ്ങൾ, മനുഷ്യന്റെ മണ്ണോടോട് ഒട്ടി നിൽക്കുന്ന ഒരു ജീവിതത്തിലാണ്. ഖബർ വരെയാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഖബർ വരെയാണ്. 76-ാം അധ്യായം സൂറത്ത് ഇൻസാനിന്റെ 27-ാമത്തെ വാചകത്തിൽ പടച്ച റബ്ബ് പറഞ്ഞു തരികയാ, ഇന്നഹാ ഉലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീലാ. എന്താ അല്ലാഹ് പറയുന്നത്? നിങ്ങൾ വല്ലാത്തൊരു വാക്കാണ്. തീർച്ചയായും ഇക്കൂട്ടർ ക്ഷണികമായ ദുനിയാവിലെ ജീവിതത്തെ അങ്ങ് ഇഷ്ടപ്പെടുന്നു. ഭാരമേറിയൊരു ദിവസത്തിന്റെ കാര്യം അവർ തങ്ങളുടെ പുറകിലങ്ങ് വെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. അതല്ലേ വിശുദ്ധ ഖുർആൻ വീണ്ടും പറഞ്ഞു പോയത്, ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ഈ ആയത്ത് കൂട്ടത്തിൽ ആർക്കറിയാത്തത്? അല്ലേ? അല്ല, പക്ഷെ അവർ ക്ഷണികമായ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. എന്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകുന്നത് അത് ദീനിൽ അപ്രധാനങ്ങളാണ്, ഒരു പ്രാധാന്യമില്ലാത്തത്. എന്നാൽ എന്തിനാണോ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒട്ടും പ്രാധാന്യമില്ലാത്തതുമാണ്. സ്വത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിന് ഉപകരിക്കപ്പെടാതെ പോകാം, മക്കൾ ഉപകരിക്കപ്പെടാതെ പോകാം, സുഖ സൗകര്യങ്ങൾ ഉപകരിക്കപ്പെടാതെ പോകാം. ഈ ഉള്ളവൻ തന്നെ കഴിഞ്ഞയാഴ്ചയിലെ പ്രഭാഷണത്തിൽ പോലും സൂചിപ്പിച്ചില്ലേ, ഒരു ചെറുവിരല് അല്ലെങ്കിൽ തൻ്റെ പെരുവിരല് അത് സമുദ്രത്തിൽ മുക്കിയിട്ട് തിരിച്ചെടുത്തവൻ്റെ വിരലിൻ്റെ അറ്റത്തെ നനവ് മാത്രമാണ് ദുനിയാവിലെ ജീവിതമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയുള്ള അപ്പോൾ ജീവിതത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു താൽക്കാലികതയുടെ ഒരു കാഴ്ചപ്പാട് മനുഷ്യന് കുറഞ്ഞു പോകണം. ഞാനതുകൊണ്ട് എപ്പോഴും പറയാറുണ്ട്, മരിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണം. അത്ര വലിയ പണിയെടുക്കാൻ പറ്റുള്ളൂ അല്ലേ? മരിക്കുന്നത് വരെ നമ്മൾ പണിയെടുക്കേണ്ടത് എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാകണം. മരിക്കുന്നത് വരെ കുടുംബം നോക്കണത് എന്തിനാ? സ്വർഗത്ത് പോകാനാകണം. മരിക്കുന്നത് വരെ സ്വത്തുണ്ടാക്കണം എന്തിനാ? സ്വർഗം കിട്ടാനാകണം. മരിക്കുന്നത് വരെ സുഖങ്ങളും സൗകര്യങ്ങളും എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാകണം. ഒരിക്കലും ഈ ലോകത്തിന് വേണ്ടിയാകരുത്. നിങ്ങൾ ആലോചിക്ക്, മുത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വർത്താനുണ്ട്. നിങ്ങൾക്ക് ഏതാ പ്രിയം? ദുനിയാവാണോ ആഖിറാണോ? എന്താ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതിന് നിങ്ങൾ ബിസ്മില്ലാത്ത അധ്യായമുണ്ട് സൂറത്ത് തൗബ. അതിൽ 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ 24-ാമത്തെ വാചകം ഖുർആൻ പഠിക്കുന്നവരൊക്കെ പഠിക്കേണ്ട ഒരു വാക്കാണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂറത്തിലുള്ളതായിരിക്കോളന്നില്ലത്, പക്ഷെ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഇതുപോലത്തെ പരിഭാഷ ഉണ്ടാവും, അതൊന്നും എടുത്ത് വായിച്ച് വെച്ചിട്ട് നല്ലോണം മറിച്ച് വെച്ചിട്ട് വായിക്കണം. നിങ്ങൾ അമാനുവലിൻ്റെ തഫ്സീർ കിട്ടുമെങ്കിൽ അത് നന്നായി, അറബി തിരിയുമെങ്കിൽ ഒന്നും കൂടി നന്നായി. അൽഹംദുലില്ലാഹ്. വളരെയധികം വായിക്കേണ്ട ഒരു അധ്യായത്. എന്തായത്തറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുക, ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കണേ, ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും
وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പറയുക നബിയേ, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും അന്ത്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പുരയിടങ്ങളില്ലേ, നിങ്ങളുടെ വീടുകളിലെ കുടിലുകളിലെ പാർപ്പിടങ്ങളില്ലേ, അതെല്ലാം ആര് അള്ളാഹുവെക്കാളും അവൻ്റെ റസൂലിനെക്കാളും അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും തൃപ്തിപ്പെടുന്നുവോ, അങ്ങനെ നിങ്ങൾ തൃപ്തിപ്പെടുന്നുവോ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എന്താ ഈ പറയണത്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള 8 എണ്ണത്തിന് പഠിച്ചുകൊണ്ടാണ്. ഏതാ ഇഷ്ടം? 1 പിതാക്കള്, മാതാപിതാക്കൾ, 2 പുത്രന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ അലങ്കാരം, 3-മത്തതോ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെയാണ് മനുഷ്യന്മാർക്ക് വലിയ മഹബത്ത്. ഇപ്പോൾ പൊതുവേ ജീവിതത്തെ പറ്റി നിങ്ങൾ ആലോചിക്കും. ഇപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ വരാത്തൊരാളോട് ചോദിച്ചു നോക്കി, നിങ്ങൾ എന്താണ് സഹോദര നിങ്ങൾ ആ ക്ലാസ്സിൽ എത്താതിരുന്ന്? പഠിച്ചോനെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, റഷീദ് മൗലവിയല്ലേ മൂപ്പരെ കാണണമെന്നുണ്ടായിരുന്നു, ക്ലാസ്സിൽ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയില്ലേ, 5 നാളെ നാട്ടിൽ പോവാണ്, 5ൻ്റെ പേരിലാണ് അങ്ങോട്ട് വരാഞ്ഞ്. അല്ലെങ്കിൽ വേറെ ആൾ പറയും ഭാര്യയ്ക്ക് സുഖം ഉണ്ടായിരുന്നില്ല, വേറെ ആൾ പറയും ചെറിയ കുട്ടിയാണ് ഓനായിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ബട്ട് ആകെ കാറിയും പൊളിക്കുന്നു. ഓല് 2 കാണാം ലുലു സെൻറ്ററിൻ്റെ മുകളിൽ, അവിടെ കീറലും കാറിലൊന്നും ഉണ്ടാവില്ല. അത് വേറൊരു വിഷയമാണ്. എന്ത് പറഞ്ഞാലും ഓരോ തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ പറയണത് ഇങ്ങനെ ഓരോരുത്തർക്കെന്നാണ്. ഇനി നിങ്ങൾ പോയിന്റ് ശ്രദ്ധിക്കണേ, ഈ ആളുകളൊക്കെ മരിച്ച് മണ്ണറിഞ്ഞ് പരലോകത്തെത്തിയിട്ട് അള്ളാൻ്റെ മുന്നിൽ ഇങ്ങനെ എത്തുമ്പോൾ അപ്പുറത്ത് ഉമ്മ, അപ്പുറത്ത് വാപ്പ, അവിടെ പെണ്ണുങ്ങൾ, ഇപ്പുറത്ത് ഭർത്താവ്, ഇവിടെ മക്കൾ, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. ജ്യേഷ്ഠൻ, അഞ്ചൻ, കുടുംബം, കൂട്ടം, സ്വന്തം ബന്ധമൊക്കെ ഉണ്ടാവും. എന്താ രംഗം നിങ്ങൾ? അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു പോണ രംഗം എന്താ? യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി വ ബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി. സഹോദരൻ തൻ്റെ സഹോദരനെ വിട്ടിട്ട് ഓടിപ്പോണ ദിവസമാണ്. ഉമ്മയെ വിട്ടിട്ട് വാപ്പയെ വിട്ടിട്ട് മക്കൾ ഓടിപ്പോണ ദിവസമാണ്. തൻ്റെ ഭാര്യയെ വിട്ടിട്ട് ഭർത്താവും ഭർത്താവിനെ വിട്ടിട്ട് ഭാര്യയും ഓടിപ്പോണ ദിവസമാണ്. ഈ ദുനിയാവിൽ പലപ്പോഴും ഹലാലിൻ്റെ പുറകെ പോകാതെ കടുത്ത ഹറാമിൻ്റെ വക്താവായി ജീവിച്ചത് ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ, വബനീ വബനീ വബനീ, ആ മക്കളെ വിട്ടിട്ട് രക്ഷിതാക്കൾ ഓടിപ്പോണ ദിവസമാണ്. എന്തേ ഓടിപ്പോണെന്ന് നിങ്ങൾ? ഓരോരുത്തർക്കും അന്ന് തനിക്ക് മതിയാകുന്നത്ര വിഷയമുണ്ടാകുന്നതാണ്. ഇവിടുന്ന് എല്ലാവരുടെ കാര്യം നോക്കി, ഇവിടുന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. അങ്ങനെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് പരലോകത്തെത്തിയിട്ട് മനുഷ്യനാകെ ബേജാറാണ് മനുഷ്യൻ. അവസാനം പറഞ്ഞു പോണ വാക്കെന്താ നിങ്ങൾ? സൂറത്ത് സുമറിൽ യാ ഹസ്രത അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്, അള്ളാഹുവിൻ്റെ പക്ഷത്ത് ഞാൻ വീഴ്ച വരുത്തിയതിൽ എൻ്റെ സങ്കടമേ. എൻ്റെ ഇണയുടെ കാര്യത്തിലൊരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല, എൻ്റെ മാതാപിതാക്കളുടെ കാര്യത്തിലും ഒരു വീഴ്ചയും ഞാൻ വരുത്തിയിട്ടില്ല, എൻ്റെ പൊന്നു മക്കളുടെ കാര്യത്തിലൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല, എൻ്റെ സഹോദരൻ്റെ സഹോദരിയുടെ കുടുംബക്കാരുടെ കൂട്ടക്കാരുടെ സ്വന്തക്കാരുടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ അവനവൻ്റെ അനുയായികളുടെ നേതാക്കളുടെ ആരുടെ കാര്യത്തിലും ഒരു വീഴ്ച പോലും ഞാൻ വരുത്തിയിട്ടില്ല. പക്ഷെ പടച്ച റബ്ബേ, നിന്റെ കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിപ്പോയല്ലോ. പടച്ചോൻ്റെ കാര്യത്തിൽ മാത്രം വീഴ്ച പറ്റി, ബാക്കി ഒരാൾക്കും ഒരിക്കലും എൻ്റെ പെണ്ണുങ്ങൾക്ക് എന്നെ പറ്റി പറയാൻ പറ്റൂല ന്യൂനത ഉണ്ടെന്ന്. ആർക്ക്? നമുക്കൊക്കെ അവകാശവാദ. ഓക്കും പറയാൻ പറ്റുമെന്ത്, എന്നെ പറ്റി കുറ്റം പറയാൻ മൂപ്പർക്കൊരു വകുപ്പുണ്ടാവില്ല. പക്ഷേ ഈ 2 ആളും പരലോകത്തെത്തിയ പറയും, പഠിച്ചോനെ
നിൻ്റെ കാര്യത്തിൽ എനിക്ക് വീഴ്ച പറ്റിയല്ലോ റബ്ബേ. അതാ ഖുർആൻ ശരിക്കും പഠിപ്പിച്ച് നമുക്ക് മുഖ്യം എന്തായിപ്പോയി? നമുക്ക് മുഖ്യമാരായി പോയി. പിതാക്കളും പുത്രന്മാരും സഹോദരങ്ങളും ഇണകളും ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ ഇങ്ങോട്ട് വന്നത്? നേരത്തെ പറഞ്ഞത് മുഴുവനെയും പരിചരിക്കാൻ എന്ത് വേണോ? സ്വത്ത് വേണം. ഇനി താഴെ നോക്കി നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടം, അതിൽ നിന്നും എന്താ കിട്ടല്? സ്വത്താ കിട്ടുക. ഇനി എന്താ? നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങൾ, വീട്, അതുണ്ടാക്കണത് എന്ത് വേണം? സ്വത്ത് വേണം. ഈ സാധനമൊക്കെ ആലോചിച്ച് നോക്കി. ദുനിയാവിലെ 8 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എണ്ണി പറയും. ഇനി വേറെ ഒന്നും ഇതിൽ പറയാം, എല്ലായി. ഒരു ദുനിയാവിൽ എന്തൊക്കെ വേണോ അതൊക്കെ ഇതിലായി. എന്നിട്ട് പഠിച്ചത് 8 എണ്ണം മുന്നിൽ വെച്ചിട്ട് ഇപ്പുറത്ത് 3 എണ്ണം എടുത്ത് വെക്കാൻ. ഈ 8 എണ്ണമാണ് നിങ്ങൾക്ക് പ്രധാനം. അതല്ല അള്ളാഹു, അവൻ്റെ റസൂല്, അവൻ്റെ മാർഗത്തിലുള്ള ജിഹാദ്. ഇതിലേതങ്ങൾക്ക് പ്രധാനം എന്നാണ്. അപ്പം നമ്മളൊന്ന് തീരുമാനിച്ച് പഠിച്ചോനെ, കലക്കി കുത്തൊന്നല്ല. അങ്ങനെ കറങ്ങി വരുമ്പോൾ ഒരു കുത്തു കുത്തിയാൽ കിട്ടുകയാണെങ്കിൽ പോന്നോട്ടെ, അല്ലെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളത് നല്ലത്. ഇത് കൃത്യമാണ്. ഇതിലേതാ കുത്തേണ്ടത്? ഏതെങ്കിലും ഒരിടത്തെ സീല് പറ്റുള്ളൂ, രണ്ടും കൂടി സീല് പറ്റൂല. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ചൊരു മാർഗം എന്താണെന്നറിയോ? ഈ 8 എണ്ണത്തിനെയും അള്ളാഹ്ക്കും റസൂലിനും ജിഹാദിൻ്റെയും ആ മാർഗത്തിലേക്ക് ഉപകരിക്കുക. പിതാക്കൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ, പുത്രന്മാർ അള്ളാഹിൻ്റെ മാർഗത്തിൽ, സഹോദരങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ, ഭാര്യമാർ ഭർത്താക്കന്മാർ അള്ളാഹിൻ്റെ മാർഗത്തിൽ, ബന്ധുക്കൾ, സ്വത്ത്, കച്ചവടം, തൃപ്തിപ്പെടുന്ന വീട്, ഇതൊക്കെ അള്ളാഹിൻ്റെ മാർഗത്തിൽ. പോരാണ്ടാക്കിയ സ്വർഗം കിട്ടണം, വീടുണ്ടാക്കിയ സ്വർഗം കിട്ടണം, കച്ചവടം ചെയ്ത സ്വർഗം കിട്ടണം, പൈസ ഉണ്ടായ സ്വർഗം കിട്ടണം, ഭാര്യ ഉണ്ടായ സ്വർഗം കിട്ടണം. കല്യാണം കഴിച്ച സ്വർഗമോ? അതെ, കല്യാണം കഴിച്ചാൽ സ്വർഗം കിട്ടണം. പഠിച്ചോൻ എന്നാ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പോക്കന്നെയാണ്. ചില ആൾക്കാർ അങ്ങനെ ആലോചിക്കുക. ഞാൻ സാധാരണ കുടുംബക്ലാസ് പറയുന്നുണ്ട്, കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാവും. അപ്പോൾ ഒരാൾ തലക്ക് കഴിച്ച് എന്ത് ഭ്രാന്തങ്ങൾ പറയണേ. ഞങ്ങളിതൊക്കെ ഉള്ളത് കൂടി പോയത് കല്യാണം കഴിച്ചിട്ടാണ്. പക്ഷെ അള്ളാൻ്റെ ഖുർആൻ എന്താ പറഞ്ഞാൽ 30-ാം അധ്യായം സൂറത്ത് റൂമിൻ്റെ 21 എന്താ പറഞ്ഞ്? കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാകുന്നതാണ്. തസ്കുനു ഇലൈഹ, കല്യാണം കഴിച്ചാൽ സമാധാനം ഉണ്ടാവും എന്നതുപോലെ കല്യാണം കഴിച്ചാൽ സ്വർഗം ഉണ്ടാകണം. സ്വർഗം ഉണ്ടാവുന്ന, സ്വർഗം ഉണ്ടാവും എന്നുള്ളതിലൊരു വാക്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. 25-ാം അധ്യായം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന അറിയോ? വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ. എന്താ കൺകുളിർമ എന്ന് പറഞ്ഞാൽ? ഞങ്ങൾക്ക് പറഞ്ഞേരേ, നല്ല ശ്രദ്ധിച്ചോണേ. 2 ഖുർആൻ ഖുറത്തായി എന്ന് പ്രയോഗിച്ചിട്ടുള്ളൂ. എവിടെ? 2. ഒന്ന് പ്രയോഗിച്ചത് ഭാര്യമാരെയും മക്കളെയും പറ്റിയ, 2ാമത് ഖുർആൻ പ്രയോഗിച്ചത് സ്വർഗത്തെ പറ്റിയ. സ്വർഗത്തെ പറ്റി പറഞ്ഞ ഖുറത്ത അയ്യനാണ് ഭാര്യമാരെയും മക്കളെയും പറ്റി പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചൊക്കെ, അത് സ്വർഗത്തേക്കാണോ പോകേണ്ടത്, നരകത്തേക്കാണോ പോകേണ്ടത്? ജന്നത്തുക്കി വനാറുക്കി. അല്ലാഹു അക്ബർ. സ്വർഗത്തേക്കാണ് പോകേണ്ടത്, സ്വർഗത്തേക്കാണ് പോകേണ്ടത്. ഇനി അതിൽ തന്നെ ഉണ്ട് വേറൊന്നും കൂടി. അത് നിങ്ങൾ ആണുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാവും, സ്ത്രീകൾക്ക് വല്ല ഇഷ്ടപ്പെട്ടോളുന്നില്ല. അതെന്തറിയോ? ഇത് രണ്ടും ബഹുവചന. ഏത്? റബ്ബന ഹബലന മിൻ അസ്വാജിന വദുർരിയാതിന. ബഹുവചന ക്രിയ. അത് ഭാര്യമാർ മക്കൾ എന്നാണ്. നമ്മൾ ഭാര്യ മക്കൾ എന്നാ പറയല്. ഇനി എങ്ങനെ പറയണ്ട നമ്മൾ? ഇൻഷാ അല്ലാഹ് ഭാര്യമാർ. ഓടിയിട്ടില്ല, ട്യൂബ്ലൈറ്റാ. ഇപ്പം എൻ്റെ സഹോദരിമാർ മുഖമൊക്കെ കനപ്പിച്ചിരിക്കുന്നുണ്ട് അവിടെ. ഇത് ഞാൻ പറഞ്ഞല്ല, ഖുർആൻ പറഞ്ഞാണ്. എന്ത് പറഞ്ഞാണ്? ഖുർആൻ പ്രയോഗിച്ച. ഇതൊക്കെ ഒരു ദാവത്തായിട്ട് ജനങ്ങളോട് പറയാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങൾ എന്താ ഭ്രാന്തി പറഞ്ഞത്? പബ്ലിക്കിൽ ഇതൊക്കെ ജനങ്ങളോട് പറയാൻ പറ്റുമോ? ഞാൻ പറയലുണ്ട് പബ്ലിക്കിൽ. എന്താ പ്രശ്നം? ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞിട്ടെ. ഖുർആൻ പ്രയോഗിച്ച ഇത് ഖുർആനിലെ നസ്സാണ്. ഹദീത്തിലും വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുണ്ട്, സ്വഹാബികൾക്ക് മുഴുവനും ഉണ്ട് ഭാര്യമാർ. എല്ലാവർക്കും ഉണ്ട്, ഒന്നിലധികം, 4 എണ്ണം എല്ലാവർക്കും ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു 4 ഭാര്യമാരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മനസ്സുകൊണ്ട് പോലും അതിനെ വിമർശിച്ചാൽ
അഹ്ലുസുന്ന വൽ ജമാ പഠിപ്പിക്കണമെന്നറിയോ? അത് കുഫറാണെന്നാണ്. ഏത് കുഫർ എന്നറിയോ? ഇസ്ലാം എന്ന് പുറത്തു പോണ കുഫർ. ആലോചിച്ചിട്ട് വിമർശിച്ചാൽ മതി. പറ്റൂലെങ്കിൽ പറ്റൂല എന്നാണ് പറഞ്ഞാൽ വിമർശിക്കാൻ നിൽക്കണ്ട. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ 4-5 ഇങ്ങനെ നടക്കണം എന്നപ്പി പറഞ്ഞത്. അങ്ങനെ പറ്റണവർ ചെയ്തോട്ടെ, വിമർശിക്കാൻ പോണ്ടെന്ന്, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരുടെ മനസ്സിൽ എന്ത് ചെയ്യണ്ട? വിമർശനം വേണ്ട, വെറുപ്പ് തരണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, ഇയാളെ സീഡി ഞങ്ങൾ കേൾക്കൂല. കാരണം എന്താ വെച്ചാൽ അതൊരിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ നിങ്ങളുടെ മനസ്സിലൊരു വെറുപ്പിൻ്റെയോ വിദ്വേഷത്തില്ല. കാരണം ഇത് ഖുർആനും തിരുസുന്നത്ത് പഠിപ്പിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശാലത നമ്മുടെ മനസ്സിൽ നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇവിടെ പറഞ്ഞെന്താ നിങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാനമെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കൂല. അപ്പൊ ശരിക്കും കൂട്ടരാരാ? ധിക്കാരികളാ. അല്ലാഹ് ഹിദായത്തിലാക്കൂല എന്നാണ്. അപ്പൊ ശരിക്ക് ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഐഹിക ജീവി വിഷയങ്ങൾ അനന്തവും ശാശ്വതവുമായ വിഷയത്തെക്കാളും പ്രധാനമായി കൂടാ. നമുക്ക് പലപ്പോഴും പ്രധാനമായത് ഇതാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാകണം? റബ്ബാകണേ, റസൂലാകണേ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാകണേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരമായത് അള്ളാഹ് റസൂല. അള്ളാഹ്ക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ ഓളെ തൃപ്തി എനിക്ക് വേണ്ട. അള്ളാഹ്ക്കുള്ള തൃപ്തി, റസൂലുള്ളാഹിൻ്റെ തൃപ്തി ഉണ്ടോ? മുദിയാപ്പളുടെ തൃപ്തി എനിക്ക് വേണമെന്നില്ല, മക്കളെ തൃപ്തി വേണമെന്നില്ല. പിന്നെ അള്ളാഹ്ക്കും റസൂലുള്ളാഹിനും തൃപ്തി ഉണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മൾ ഓരോരുത്തർ തീരുമാനം എടുത്താൽ ലോകം നന്നാവും. ഇതെന്താ പറയുക? അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പുറകെ മനുഷ്യർ. പുര ഉണ്ടാക്കുന്നിടത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ്, കല്യാണം കഴിക്കുന്നിടത്തൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. ഇപ്പം എല്ലാവരും പത്രത്തിൽ, ചന്ദ്രികയിലും മാധ്യമത്തിലും മലയാളം ന്യൂസിലും ഏതൊക്കെ ന്യൂസ് ഉണ്ടായാലൊക്കെ ആഡംബര കല്യാണങ്ങൾ ഒഴിവാക്കുക. 55 കൊല്ലം 60 കൊല്ലം മുമ്പ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴാണ് ബൽക്ക് തലയിൽ കയറിയത്. അപ്പോൾ പെരിന്തൽമണ്ണയില തോന്നുന്നുണ്ട് ഒരാൾ പറഞ്ഞു പോയി, ഈ ഫ്ലക്സ് ഇപ്പോഴല്ല വെക്കേണ്ടിന്ന്, ഇവിടുത്തെ പ്രസിഡന്റിൻ്റെ മോൻ പെണ്ണിട്ടിന് മുമ്പ് വെക്കേണ്ടിന്നു. ഇനിയിപ്പോൾ ആരും കെട്ടാനൊന്നുമില്ല, എന്നാൽ ഇനി നമുക്ക് ബോർഡിൻ്റെ പുറകെ നടക്കാൻ നിർത്തിക്കണ് അല്ലേ? നമ്മളന്നും പറഞ്ഞു സ്ത്രീധനരഹിതം, ആർഭാടരഹിതം. അപ്പം നമ്മളെ മൗലവി സുഹൈർ ചുങ്കത്തറ പറഞ്ഞു, എന്തറിയോ, നിങ്ങൾ ചങ്ങൈമാരെ കല്യാണം 4 മണിക്കാക്കുക. അപ്പോൾ എന്ത് നൽകണം? ഉച്ചക്കാക്കിയാൽ ചോറ്, മറ്റു സമയമാകുമ്പോൾ ചായ, വൈകുന്നേരം ആകുമ്പോഴോ നിങ്ങളൊരു പായസത്തിൽ ഒതുക്കി കളയും. അപ്പം എന്തായി? കടിയുമായി കുടിയുമായി. മാഷാ അല്ലാഹ്, അല്ലാഹുവിന് സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏറ്റവും നല്ല വാക്ക്. ഇന്ന് അവിടേക്ക് എത്തിയ ആളുകൾ, നമ്മൾ 60 കൊല്ലം പുറകിൽ അപ്പം ജനങ്ങൾ തമ്മിൽ സഞ്ചരിക്കണം. നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ 60 കൊല്ലം പുറകിൽ, അല്ലെങ്കിൽ ഒരു 100 കൊല്ലം പുറകിൽ തന്നെ പറയേണ്ടി വരും. അത്രത്തോളം പുറകിലാണ് നമ്മൾ അന്ന് പറഞ്ഞു നിന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ, ഇത് പറഞ്ഞവരുടെ അനന്തരാവകാശികളുടെ കല്യാണങ്ങൾ അനിസ്ലാമികമായി, കുടുംബ സംവിധാനങ്ങൾ അനിസ്ലാമികമായി, എല്ലായിടത്തും സെൽഫിസം കയറി വന്നു. സലഫികൾക്കിടയിൽ പോലും സെൽഫിസം കടന്നു വന്നു. അപ്പം നമ്മൾ പറഞ്ഞു അത് സലഫിസമല്ല, സെൽഫിസമാണ്. അതുകൊണ്ട് മൂത്തച്ഛൻ്റെ മോളെ കല്യാണം, മൂത്തമ്മാൻ്റെ മോളെ കല്യാണം നോക്കിയിട്ട് അനുജൻ്റെ എളാമാൻ്റെ മോളെ കല്യാണം നടത്തണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താകണം? കുറച്ച് മതി, ആളുകൾ കുറഞ്ഞോട്ടെ. ഖൈറുൻ നിക്കാഹി ഐസറുഹു, ഏറ്റവും നല്ല കല്യാണം ചെലവ് ചുരുങ്ങിയ കല്യാണമാണ്. നമുക്ക് പറ്റുമോ? പറ്റണം. അല്ല, എനിക്ക് കുറേ ആൾക്കാരുണ്ട്, അങ്ങനത്തെ കൊടുത്താൽ പറ്റണ്ടേ? ആരും ഇല്ലാത്തവന് പിന്നെന്താ? കുറേ ആൾക്കാരുണ്ട്, വിളിക്കാൻ പറ്റൂല എന്നാ ഞാൻ എൻ്റെതൊക്കെ ചെറുതാക്കിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പേരെടുക്കാനല്ല, എന്നിട്ട് തന്നെ ചെറുതാവില്ല. കാരണം വാപ്പാൻ്റെത് കൂട്ടിയാൽ തന്നെ 2000 ഉണ്ടാവും, ഉമ്മാൻ്റെത് വേറെ ഉണ്ടാവും. അതാണ് ചുരുക്കി എങ്ങനെ ചുരുക്കിയിട്ട് 250 ഒതുങ്ങില്ല, 270ഓളം ആളായി. അതിലേറെ ചുരുക്കാൻ കഴിയുന്നില്ല, അതിലേറെ ചുരുക്കാൻ പറ്റണില്ല. അതിലും ചുരുക്കണം എന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ രക്ഷയല്ല, ഇനി അടുത്ത ചാൻസ് നോക്കുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പം ശരിക്കും സഹോദരന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഇത് കേൾക്കണോ വേണ്ടതെന്നുള്ളത്. അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞു പോവുക, ومن كان يريد حرث الدنيا نؤته منها وما له في الآخرة من نصيب.
ആരെങ്കിലും ദുനിയാവിലെ കൃഷിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നാം അവന് അതിൽ നിന്ന് നൽകുന്നതാണ്. അവന് പരലോകത്ത് യാതൊരു വിഹിതവും ഉണ്ടായിരിക്കുകയുമില്ല. അപ്പം നമ്മൾ അധ്വാനിക്കുന്നത് എവിടെ ലക്ഷ്യം വെച്ചാകണം? ദുനിയാവ് ലക്ഷ്യം വെച്ചാകരുത്, ആഖിറം വെച്ചാകണം. ആഖിറമാകണം ലക്ഷ്യം. എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നിടത്ത് വരെ എൻ്റെ സഹോദരിമാർക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ടും എപ്പോഴെങ്കിലുമൊക്കെ ഒരു പുറത്തിറങ്ങുന്ന അവസ്ഥയിലുള്ളൂ. സാധുക്കളാണ് നമ്മുടെ സഹോദരിമാർ ശരിക്ക്, നാട്ടിലായാലും ഇവിടെയായാലും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തിരിക്കണ സ്ത്രീകളൊക്കെ എത്ര പാവങ്ങളായിരിക്കും, ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ചും. അല്ലാതെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ ഇവിടുന്ന് ചെല്ലുക, ഭക്ഷണം റെഡിയാക്കാണ്, മക്കൾ റെഡിയാക്കാണ്, എല്ലാം ഒരുക്കാണ്, മനസ്സും ശരീരവും ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി എത്രത്തോളം സാധുക്കളാണ്. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം മാത്രം പ്രതിഫലം നൽകാൻ ഗ്രഹിക്കുമാറാട്ടെ. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രത്യേകിച്ച് ജസീറത്തുൽ അറബിൽ വ്യത്യസ്തമായ പ്രദേശങ്ങൾ, കുടുംബിനികളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവരോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും നിങ്ങളുടെ ലക്ഷ്യം വെക്കേണ്ടത് സ്വർഗത്തെ മാത്രമാകണം. എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ വസ്ത്രം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ വര ഒന്ന് തെറ്റിന്ന് വിചാരിച്ചിട്ട് അയാൾ ചൂടായേക്കാം, അയാൾ വിവരമില്ലാത്തതുകൊണ്ടാന്ന് കരുതുക. പക്ഷെ നിങ്ങൾ ഒരു ഡ്രസ്സ് തേച്ചെടുക്കുന്നിടത്ത് പോലും നിങ്ങളെ മനസ്സിലെന്താള്, എൻ്റെ പുതിയാപ്പിളിൻ്റെ തൃപ്തി എന്നല്ല, പിന്നെ പുതിയാപ്പിൾ എനിക്ക് തന്ന അള്ളാൻ്റെ തൃപ്തി സ്വർഗത്തേക്കാണ് കിട്ടുക. ഒരു കയ്യിൽ ചോറിങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ നമ്മളെ മനസ്സിലെന്താള്, പണ്ടാറം വേണമെങ്കിൽ മുണിങ്ങി നീച്ച് പൊയ്ക്കോന്നല്ല, പിന്നെന്താ, അള്ളാഹുവേ ഇതുവഴി എൻ്റെ ഭർത്താവിൻ്റെ സംതൃപ്തിക്കപ്പുറം എനിക്കൊരു തൃപ്തിൻ്റെ ധാരത അല്ല നിൻ്റെതാണ്, അതുകൊണ്ട് നിൻ്റെ തൃപ്തി എനിക്ക് കിട്ടണമെന്നാണ്. സഹോദരിമാരെ, മക്കളങ്ങനെ പൊണ്ടാർ ചാവുട്ടിയുടെ കൂട്ട് മര്യാദ വന്നിട്ട് തിന്നത്, അങ്ങനെ മക്കളങ്ങോട്ട് വിളിച്ചു എടുത്തിട്ട് തീറ്റിക്കണവരുണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കണം നമ്മൾ. എന്നിട്ടോ നല്ല നിലക്ക് വിളിച്ച് തിരുത്തുക, എന്നിട്ട് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയാം. ബിസ്മില്ല എന്നല്ല ചില അമ്മമാർ പറയില്ല, അല്ല അതൊക്കെ പറഞ്ഞാൽ എവിടെ എത്തുന്ന നിങ്ങൾ കുരുത്തം കെട്ടത് ചാവടക്കിന് കൊണ്ടുപോകണം, എന്നടാ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. ഏകദേശം കുട്ടിക്ക് മലയാള ഭാഷയിൽ കക്കാ ഗംഗങ്ങ ചാച്ചാ ഞങ്ങ ടട്ടാ ടണ എന്തൊക്കെ തെറിയുണ്ടോ അതൊക്കെ അല്ലുമ്മു അവ്വലു മദ്രസത്തിഹ ഉമ്മച്ചേനെ പഠിപ്പിച്ചു കൊടുക്കും. ആ കുരുത്തം കെട്ടൻ്റെ മോളെ, കുരുത്തം കെട്ടൻ്റെ മോനെ എൻ്റെ മോപ്പേടാന്നൊക്കെയാണ് പറയും ചിലപ്പോൾ ദേഷ്യം വെച്ച്. ആരെയും പറഞ്ഞത്? അപ്പം ചില ബിരുദന്മാരാണെങ്കിൽ എൻ്റെ വാപ്പ എൻ്റെ മാപ്പിളയല്ലടി എന്ന് ചോദിക്കും ചിലപ്പോൾ. അതൊക്കെ അനുഭവങ്ങളുണ്ട് ലോകത്ത്. പലരും പറയണൊക്കെ കുടുംബ വാർത്തകൾ ചിലർ വിശദീകരിക്കും. ഞാൻ ഈ കുടുംബം പറയാൻ വരുമ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾ വല്ലാതൊന്നും അതിൻ്റെ ഉള്ളിൽ പറയരുതെന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്കിഷ്ടപ്പെടില്ല, നിങ്ങൾക്കും ഇഷ്ടപ്പെടില്ല. നമ്മുടെ ചില ഉമ്മാരൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന കുറേ സംഗതികളുണ്ട്. നിങ്ങൾ അയച്ചോക്കെ, ഞാൻ ഇന്നൊരു വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി, എൻ്റെ നാട്ടിൽ നല്ലൊരു കുടുംബം മാഷാ അല്ലാ ദീനിയായിട്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയൊക്കെ കുടുംബത്തെ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കി കൊടുക്കുമാറാകട്ടെ. ശരിക്ക് ഭർത്താവിന് ഹിദമ ചെയ്യണം, മക്കൾക്ക് ഹിദമ ചെയ്യണം. സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും ഒക്കെ റെഡിയാക്കി കൊടുത്ത് ഒരു അല്ലലും അലട്ടും പരാതി. നമ്മളെ സഹോദരിമാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ നിങ്ങൾ, എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ക്വാളിറ്റി ഉണ്ടാവും. എന്താ? പരാതി പറയാതെക്കുക എന്നുള്ളത്. പരാതിയും പരിഭവവും പറയാതെക്കുക. എന്തൊരു നല്ല കഥ ഞങ്ങൾ ആലോചിച്ച് നോക്കിയത്. എന്നിട്ട് പരമാവധി അവനവൻ്റെ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം. ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് എടുത്ത് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ടെന്നറിയോ? മിഞ്ഞാന്ന് തോന്നുന്നു അൽ റാഷി സെൻറ്ററിൽ. അവരോടും പൊതുവേ കുറേ ആണുങ്ങൾ നമ്മുടെ പ്രവർത്തകർ സ്ത്രീകളുണ്ടായിരുന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകേണ്ട കുറേ ഗുണങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, നമ്മൾക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം അയാൾ അറിയിക്കണം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരാ? അള്ളി റസൂലും കഴിഞ്ഞാൽ നമ്മളെ ഉമ്മയും ബാപ്പിയല്ലേ. നമ്മളെ അമ്മച്ചിനും ബാപ്പച്ചിനുള്ള സ്നേഹം അവരെ അറിയിക്കണം. പിന്നെ നമുക്കാരാ? നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ അല്ലേ. അതുകൊണ്ട് ആണുങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മുടെ മക്കളോടായാലും ഭാര്യയോടായാലും ഓളൊന്നിങ്ങനെ ചുറ്റി പിടിച്ചിട്ട് ഓളോട് സ്നേഹം ഒന്ന് അറിയിച്ചു നോക്കി നിങ്ങൾ. മക്കളുടെ മുന്നിൽ വെച്ചാണെങ്കിലും സ്വന്തം ഭാര്യയോട് സ്നേഹപ്രകടനം നടത്തി വെക്കി നിങ്ങൾ. മക്കൾക്കൊരു പാടാ, പഠിച്ചോൻ എൻ്റെ പച്ചീൻ്റെ പോലെ ആകണം ഞാൻ എന്ന് തോന്നും. ശരിക്ക് ഒരു ചർച്ചയുണ്ട് സൈക്കോളജിയിൽ. അവനാൻ്റെ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഭാര്യമാരെ ചുംബിക്കാമോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പലരും പറ്റൂല എന്നാ പറയാ. നിങ്ങൾ മനസ്സിലാക്കിക്കോളി, ചെയ്യണത് നല്ലതാ ചിലപ്പോൾ ഒക്കെ. അത് അതിനായിട്ട് നടക്കണ്ട. അതൊരു അവസ്ഥ വേണമെങ്കിൽ പറയണം. കാരണം എന്താ വെച്ചാൽ ഇതാ ഇപ്പോൾ ഈ മോനെ പോലത്തെ വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഓൾക്കിത് മനസ്സിലാണ്ടേ എന്ത് ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും സ്നേഹമുണ്ടെന്ന്. എങ്ങനെയാകണം മോളെ എനിക്കുള്ള ഭർത്താവ് എന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനെ പോലെ എൻ്റെ ഉപ്പാനെ പോലെ ആകണം എന്ന് പറഞ്ഞൊരു കുട്ടീനെ പറ്റി ഒരാൾ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛനെ പോലെ ആകണം എൻ്റെ ഭർത്താവ് എന്ന്. അപ്പോൾ അച്ഛനെ പറ്റി ആ കുട്ടി മനസ്സിലാക്കി വെച്ചെന്താ? അമ്മയോട് സ്നേഹമുള്ള,
അമ്മയെ ഇഷ്ടപ്പെടുന്ന, അമ്മയ്ക്ക് ഹിദമ ചെയ്യുന്ന, അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും നല്ലതൊക്കെ നിറവേറ്റി കൊടുക്കുന്ന, എല്ലാ അർത്ഥത്തിലും അമ്മയെ സ്നേഹിക്കുന്ന, കോപിക്കാത്ത, ദുഷ്ടനല്ലാത്ത, അടിക്കാത്ത, തെറി പറയാത്ത, പുഴുക്കുത്ത് പറയാത്ത, വാക്ക് പറയാത്ത ഒരു നല്ല ഭർത്താവ്. നമുക്കതിന് കഴിയണോ? നമ്മളെങ്ങനെ അറിയോ? ഖുർആനിലൊരു ആയത്തുണ്ട്, റിജാലു ഖവ്വാമൂന അലൻ നിസാ എന്നാണ്. അതായത് പെണ്ണുങ്ങളെ കയ്യോട് കിട്ടാണെങ്കിൽ നല്ലോണം പൊട്ടിച്ചോളി എന്നാണ് ആയത്തിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചത്. മലപ്പുറത്തേര് പണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മലപ്പുറത്തേര് ക്ഷമിക്കണം കേട്ടോ, സോറി, രണ്ടെണ്ണത്തിനെ തല്ലാത്തവനാണല്ല, ഒന്ന് പോത്തു ഒന്ന് പെണ്ണു എന്നാണ്. ഏതോ പഴയ കാക്ക പറഞ്ഞതാ. ആ ആയത്ത് അതിന് തെളിവല്ല. സ്വന്തം ഭാര്യനെ തച്ചവൻ ആണത്തം കെട്ടവനാണ്. ഇസ്ലാമിൻ്റെ ഭാഷ പറഞ്ഞ നട്ടലില്ലാത്തവനാണോ അവനാൻ്റെ പെണ്ണുങ്ങളെ തല്ലുകാരന? അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് ആ സാധുവിൻ്റെ മുഖത്തൊക്കെ ഇട്ട് ഇപ്പം അങ്ങനത്തെ ആക്കിയോളൂ ഇങ്ങനത്തെ ആക്കിയോളൂ എന്നൊക്കെ പറയാം. എന്നിട്ട് ഓളെന്നെ വേണം എന്ത് ചെയ്യാനും. നമ്മളെന്ത് പച്ച നമ്മൾ പറയില്ല, പൊലയാട്ട് വർത്താനം എന്ന് പറയില്ല, നാടൻ വർത്താനം പറഞ്ഞാൽ വൃത്തികേടൊക്കെ പറയും ഭാര്യനോടൊക്കെ ചിലർ. എന്നിട്ട് ഓളെന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ചെയ്യും. എങ്ങനെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ പറ്റും നമുക്കൊക്കെ? അപ്പം ഇതിൽ വലിയവരും ചെറിയവരൊക്കെ ഉണ്ടല്ലോ, കുടുംബമായി താമസിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, അല്ലാത്തവരും ഉണ്ടല്ലോ. ഇവിടെ നാട്ടിലെ ഭാര്യമാർ നിങ്ങളൊന്ന് വിളിച്ചിട്ട് പറഞ്ഞു നോക്കി, സത്യമായിട്ടും എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് നമ്മൾ അയില വായോ ഇതില വായോ എന്നുള്ള പദമൊന്നും പറയണ്ട. ഏത് നേരെ ഇങ്ങനെ പറഞ്ഞാൽ മതി. അള്ളാഹു റസൂൽ പഠിപ്പിച്ച പോലെ ഇന്നീ ഉഹിബ്ബുക ഫില്ലാ. അത് ആണുങ്ങളോട് പറയുക. പെണ്ണുങ്ങളോട് ഒന്നും ഗ്രാമർ തിരുത്തി ഒഹിബുക്കിന്നാക്കിയാലും കുഴപ്പമില്ല. ഇനി ഹദീസിൽ അങ്ങനെ വന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞാലും പ്രശ്നമല്ല. ഒഹിബുക ഫില്ലാ, എനിക്ക് നിന്നെ ഇഷ്ടമാണടി പെണ്ണേ. തിരിച്ചൊന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ. മൂപ്പരൊന്ന് കെട്ടിപ്പിടിച്ച് ആ നെഞ്ചിലൊക്കെ ഒന്ന് തല ചാച്ചു വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്താ? ആയിഷബി പറയണം, നമ്മുടെ ഉമ്മച്ചി റസൂൽ നമ്മുടെ സ്നേഹം ഇങ്ങനെ ഹദീസിൽ കാണാം. അതൊക്കെ കാണാൻ നമുക്ക് കൊതിയാവോ? എന്താ സംഭവം എന്നറിയോ? അവർക്ക് ജനാപത്തുകാരി ആയിരിക്കെ തന്നെയാണ് അവർ പറഞ്ഞതെന്നാണ്. റസൂലുള്ളാഹിൻ്റെ രണ്ട് പുറകിലൂടെയും കൈയിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു തോളിൽ. അപ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ കൈ വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുതുകത്ത് തലവെച്ച് കിടന്നു എന്ന് പറഞ്ഞൊരു ഹദീസ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് കുളിക്കുക, അങ്ങനെ കെട്ടിപ്പിടിക്കുക, അടുത്ത് ജീവിക്കുക, സഹവസിക്കുക, ഇണങ്ങുക, രണ്ടാളും കൂടി ഓടുക. ഇന്നിപ്പോൾ എങ്ങനെ വെച്ചാൽ അന്ന് മുഹമ്മദ് നബി ആയിഷാബിയും കൂടി ഓടിയെങ്കിൽ ഇന്ന് മുഹമ്മദ്ക്ക് ആയിഷാത്തിയും കൂടി ഓടുക. ഒരാൾ ചൂലും കെട്ടോണ്ടോ മറ്റാൾ വെട്ടെത്തിയുണ്ടോ? അങ്ങനെയൊന്നുമല്ല വേണ്ടത്. നല്ല നിലക്ക് ഇസ്ലാമികമായി അതൊക്കെ നമുക്ക് കഴിയണം. നമ്മളെ ലൈഫിൽ അതൊക്കെ ഉണ്ടാകണം. ഒന്ന് തുറന്ന് സ്നേഹിക്കാൻ കഴിയണം. എങ്കിലും നിങ്ങൾ ആലോചിക്കും ആ ജീവിതത്തിൽ എന്ത് രസമായിരിക്കും എന്നുള്ളത്. ആ സ്നേഹം പോലും വേണ്ടത് എങ്ങനെയാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. എങ്ങനെ? എൻ്റെ ഭാര്യനോട് ഞാൻ പറയണം, മോളെ സത്യമായും ജാടയല്ല, എൻ്റെക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, വല്ലാഹി 8 കൊല്ലത്തെ 15 കൊല്ലത്തെ 25 കൊല്ലത്തെ 40 കൊല്ലത്തെ ദാമ്പത്യത്തിൽ എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ശരിക്കും ഞാൻ പറഞ്ഞുതരാം, ഓളൊരു ഉമ്മയും കൂടി ആണെങ്കിൽ ഓൾ 2 കണ്ണെന്നും കണ്ണീര് വരുന്ന നിങ്ങളിങ്ങനെ കാണും. അത്ര മനസ്സലിവുള്ളൊരു വർഗമാണ് സ്ത്രീകൾ. ഓല് നന്നായാൽ അത്ര വേറെ ആരും നന്നാവില്ല. ഓല് കീടന്നാലോ ആര് വിചാരിച്ചാലും ഒട്ടും നന്നാവില്ല. അള്ളാഹ് മാത്രം വിചാരിച്ചാൽ നന്നാവുള്ളൂ. അതാണ് നമ്മളെ സ്ത്രീകൾ. അതുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങൾ ക്ലാസ്സിക്ക് വരണം എന്നുള്ളത്. നിങ്ങൾ വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മളെക്കാളും ഓല ഉണ്ടാകുക അല്ലേ? നാളെ നരകത്തിലും ആരാ കൂടുതൽ? അതുപോലെ തന്നെയാണ്. സ്വർഗത്തിലോ അതുപോലെ തന്നെ. എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഷഫീഉന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊരു രസമുണ്ട്, ഒരു രസക്കേടുണ്ട് അല്ലേ? ശരി, ഞാനിതൊക്കെ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ശരിക്കും ദുനിയാവാകരുത് ഒന്നിൻ്റെയും ലക്ഷ്യം. മക്കളെ വളർത്തുന്നിടത്ത് പോലും ദുനിയാവാകരുത് ലക്ഷ്യം. ഭർത്താവിനെ സ്നേഹിക്കുന്നിടത്ത് ദുനിയാവാകരുത് ലക്ഷ്യം. ജീവിതത്തിൻ്റെ ലക്ഷ്യം അത് ദുനിയാവാക്കിയവന് പരലോക സൗഭാഗ്യം നഷ്ടമാണ്. സുഹദ് ഉണ്ടാകല് നല്ലതാ. എന്താ സുഹദ്? ജീവിത വിരക്തി, ലൗകിക വിരക്തി. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. എന്ത് കണ്ടാലും വേണമെന്ന് പറയുന്ന അവസ്ഥ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു പോയി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് തോന്നുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂല് പഠിപ്പിച്ചു കൊടുക്കുക, 2 കാര്യം ശ്രദ്ധിച്ചാൽ അള്ളയും ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അതോ അദ്ദേഹം തിരിച്ച് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു കൊടുത്താണ്. എന്താ അത്? ഒന്ന്, ജീവിതത്തിൽ വിരക്തി കാണിക്കുക, അപ്പോൾ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും. ജനങ്ങളുടെ കൈവശമുള്ളത് നീ ആഗ്രഹിക്കാതിരിക്കുക, അപ്പോൾ ജനങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവിടെയും ലക്ഷ്യം എന്താകണം? അവിടെയും ലക്ഷ്യം എന്താ? അള്ളയാണ്.
അള്ളയാണ്, ദുനിയാവല്ല. മാത്രമല്ല ദുനിയാവ് മാത്രം ആഗ്രഹിച്ചു പോയവർക്ക് ലഭിക്കുന്നത് എന്താ? നിരാശയും മടുപ്പുമാണ്. നിരാശയും മടുപ്പും. എൻ്റെ ഭാര്യ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയില്ലെങ്കിൽ മടുപ്പുണ്ടാവും, നിരാശ തോന്നും. എൻ്റെ ഭർത്താവ് ഞാൻ ആഗ്രഹിച്ച പോലെ എങ്കിൽ നിരാശയും മടുപ്പുണ്ടാക്കും. മക്കളിൽ നിന്നും അങ്ങനെ തന്നെ, രക്ഷിതാക്കളിൽ നിന്നും. എന്നാൽ അള്ളാഹു അവൻ്റെ റസൂലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടുപ്പുണ്ടാക്കില്ല. എങ്ങനെ നിങ്ങള്? അള്ളാഹുവും അന്ത്യദിനവും അള്ളാഹുവും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവർ രണ്ടിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ട് റസൂലുള്ള പഠിപ്പിച്ചു പോയത്, വഹിയിലൂടെ പഠിപ്പിച്ചു പോയ അന്ത്യദിനമല്ലേ? ഈ ഒരു 3 സംവിധാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആശ്വാസമാണ് ലഭിക്കുക. അന്ത്യദിനം, റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു, ആ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഇത് 3ഉം അതിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നത് എന്താ? ആശ്വാസം, സമാധാനം, സ്വസ്ഥത, സംതൃപ്തി. ലോകത്ത് മനുഷ്യരധികവും നിരാശരാണ്. പലതിലും നിരാശ. മക്കളിൽ നിരാശ, ഇണയിൽ നിരാശ, സർവസ്വത്തിലും നിരാശ. അള്ളാഹ് പറഞ്ഞെന്താ? നിങ്ങള് നിരാശ ഉണ്ടാകാൻ പാടില്ല. വലാ തൈഅസൂ വലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുതേ. അവിശ്വാസികളായ ജനതകളല്ലാതെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആശ്വാസത്തെപ്പറ്റി നിരാശപ്പെടൂല. തീർച്ച. ഇതാര് പറയാ? വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതിക്കേൾപ്പിക്കുക. 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 87. അപ്പം ശരിക്കും അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ സദാ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്ന ഒരാൾക്കൂട്ടമാകണം നമ്മൾ. ഞാൻ എന്തിനത് പറഞ്ഞു വെച്ചാൽ, ഈ കുടുംബവും കുട്ടികളും സ്വത്തും മക്കളും സംവിധാനമൊക്കെ ഉള്ളവർക്ക് ഉണ്ടാക്കുന്നൊരു പ്രയാസമുണ്ട്. ഇതിനെ പരലോകത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഡെവലപ്പ് ചെയ്യാത്തവർക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുക. നേരെ മറിച്ച് പരലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവർക്കൊരു പ്രയാസം ഉണ്ടാക്കൂല. ദുനിയാവ് മാത്രം ലക്ഷ്യമാക്കിയവർക്ക് നിരാശ ഉണ്ടാകും. മക്കളില്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന നിരാശ വേണ്ടാന്നാ. നല്ലൊരു ജോലിയില്ല ഇവിടെ വന്നിട്ട്, നിരാശ വേണ്ടാന്നാണ്. മോളെ വിവാഹം കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ രക്ഷിതാക്കൾ നിങ്ങൾ വേജാറേണ്ട, നിരാശപ്പെടേണ്ടെന്ന്. കാര്യങ്ങളൊന്നും ഉദ്ദേശം പോലെ ആകണില്ല, നിരാശപ്പെടേണ്ടെന്നാ. കാരണം ഖുർആൻ പഠിപ്പിച്ചെന്തറിയോ? പ്രയാസത്തിന് ശേഷമാണ് ആശ്വാസം എന്നാ. ആയത്ത് നിങ്ങൾക്കറിയില്ലേ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അതുകൊണ്ട് എൻ്റെ പ്രവാസികളായ എൻ്റെ സുഹൃത്തുക്കളോട്, രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ദുനിയാവിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമുക്ക് ഞെരുക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ വിചാരിക്കും നമ്മുടെ കേരളക്കാരായ കുറേ പണക്കാർ ജീവിക്കണ്ടല്ലോ അബുദാബിയിലും ദുബൈയിലൊക്കെ, ഇവരൊക്കെ ഭയങ്കര ആശ്വാസത്തിലായിരിക്കുന്നതാണ്. ഞങ്ങൾ തുറന്നു പറയട്ടെ, ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച ഒരാൾക്കും മനസ്സമാധാനം ഉണ്ടാകില്ല എന്ന് നമ്മൾ പഠിച്ച പാഠത. അങ്ങനെ ലക്ഷ്യം വെച്ച് ജീവിച്ചാൽ മനസ്സമാധാനം ഉണ്ടാകുമായിരുന്നെങ്കിൽ നമ്രൂദിന് കിട്ടണമായിരുന്നു, ഫറോവക്ക് കിട്ടണമായിരുന്നു, അല്ലേ? അബൂജാഹിലിന് കിട്ടണമായിരുന്നു. പലർക്കും കിട്ടണ്ടേ? ആർക്കും കിട്ടിയില്ല. എന്നാൽ പട്ടിണി കിടന്ന പ്രവാചകന്മാർക്ക് കിട്ടി, സ്വഹാബത്തിന് കിട്ടി. ഇന്നും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മുൻപന്തിയിൽ ജീവിക്കുന്ന, ത്യാഗം സഹിക്കുന്ന പലർക്കും സമാധാനമുണ്ട്. ജീവിതത്തിൽ ആകെ എന്താ ഉള്ളത് വെച്ചാൽ, നമ്മളൊക്കെ പറയണത് എന്താ? അല്പൊരു സമാധാനം ഉണ്ടെന്ന്. അതേ നമുക്കൊരു മുതൽക്കൂട്ടുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? സമാധാനമുള്ളവൻ. നമുക്ക് സമാധാനം ഉണ്ടോ? മുസ്ലിം എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടല്ലോ. ഒരാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓ സമാധാനമുള്ളവനെന്നാ. സ്വർഗത്തെ പറ്റി എന്താ പറഞ്ഞത്? സ്വർഗത്തെ പറ്റി വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം എന്നാ. ഭാര്യയെ പറ്റി എന്താ പറഞ്ഞ്? ലിതസ്കുനു ഇലൈഹ, സമാധാനം എന്നാ. മക്കളെ പറ്റി ഖുർആൻ പഠിപ്പിച്ച് കർക്കുറും, അതും സമാധാനം. വീടിനെ പറ്റി എന്താ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സക്കന, അതും സമാധാനം. എല്ലാം സമാധാനം മുസ്ലിമിന്. ഞാൻ ഇതെല്ലായിടത്തും ആവർത്തിക്കാറുണ്ട്, ഇവിടെ ആവർത്തിക്കുക. ഇതൊക്കെ സമാധാനമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരു ഞെരുക്കം സംഭവിക്കുമ്പോഴേക്ക് മടുപ്പ് തോന്നുന്നവർക്കൊന്നും നേടാനാകില്ല, നാശമല്ലാതെ. അതുകൊണ്ട് പ്രതീക്ഷയുള്ളവരായി, പരലോകത്തെ ആഗ്രഹിക്കുന്നവരായി നമ്മൾ മാറണേ. പ്രവാചകന്മാരൊക്കെ അങ്ങനെയായിരുന്നു. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി യദ്ഊനനാ റഗബൻ വറഹബാന. ഞാൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പറയാണ്.
നോക്കി നിങ്ങൾ, ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യം. ലോകം വികസിക്കാൻ എല്ലാ ടെക്നോളജി ലോകത്ത് മനുഷ്യന് വേണ്ടിയാണ്. എന്തൊക്കെയാ പണ്ട് നിങ്ങൾക്കറിയില്ല, ഒരു കത്തുപാട്ടുണ്ടായിരുന്നു അല്ലേ? കത്തുപാട്ട് നിങ്ങൾക്കൊക്കെ പലർക്കും ഓർമ്മ ഉണ്ട്. എനിക്ക് കുറേ മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മയില്ല. നിങ്ങളിപ്പോൾ പാടുന്ന വിചാരിച്ചിട്ടാണ് സോറി. ഇപ്പം കത്തുപാട്ട് പോയിട്ട് കുത്തുവർത്താനാപ്പോൾ ചില ആളുകളൊക്കെ ഈ സാധനം ചെയ്യുമ്പോൾ ഇങ്ങോട്ട് എടുത്താൽ ദുമക്ക് വെക്കുക, ദുമെന്നെടുത്താൽ ദുമക്ക് വെക്കുക. ഇതിനെങ്ങാനും 2 കൈജുണ്ടെങ്കിൽ ചപ്പക്കുറ്റി മൂളിയിട്ടുണ്ടാവും. കുത്തിപ്പറിച്ച് 24 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ. എന്നാൽ തീരെ വിളിക്കാത്തൊരു കൗമുണ്ട്, അത് വേറെ വിഷയം. നിങ്ങൾ ശരിക്കും മനുഷ്യൻ്റെ ജോലി ഭാരം കുറക്കാൻ വേണ്ടിയ ലോകത്തെല്ലാം ടെക്നോളജി. 10 കൊല്ലം മുമ്പ് ഈ മണ്ണിൽ കാലുത്തിയവനും ഇപ്പോൾ ഈ മണ്ണിൽ നിൽക്കുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും വ്യത്യാസം എത്രയാണ് അല്ലേ? 10 മനുഷ്യന്മാർ വേണ്ടെടുത്ത് അര മനുഷ്യൻ പോലും വേണ്ടാത്ത അവസ്ഥയുള്ളത്. ഞാൻ ഇന്നലെ എൻ്റെ വാട്സപ്പിൽ കണ്ടൊരു വാർത്ത എന്താ അറിയോ? നിസ്കരിക്കുന്ന ഒരു റോബോട്ടിൻ്റെ ചിത്രം കണ്ട്. നിസ്കരിക്കൊടുക്കുക, ഫാത്തി ഓതുണ്ട്, റുക്കൂയിലുണ്ട്, സുഖുണ്ട്, സുജൂദുണ്ട്, നിസ്കരിക്കണ റോബോട്ട്. അപ്പോൾ അതിനു മുമ്പ് എല്ലാ ജോലിയും ചെയ്യുന്ന റോബോട്ടുകളോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവസ്ഥയിലേക്ക് എത്തി. എല്ലായിടത്തും ഉഷാറായി. ചന്ദ്രനിലോ ചൊവ്വയിലോ ജീവിക്കാൻ പറ്റുന്ന അപ്പോൾ മനുഷ്യന്മാരറിയിക്കണം. അതിനപ്പോൾ ചൊവ്വയ്ക്ക് മംഗളിയാനും അതിന് മുമ്പ് വേറെന്തൊക്കെ ചെയ്യാനൊക്കെ വായിച്ചത്. ഇതിനത് അവിടെ എങ്ങാനും ജീവിക്കാൻ പറ്റുമെന്ന്. അതിന് വേറൊരു മറുവശമുണ്ട്. അത് ഒരാൾ എഴുതിയെന്ന് വെച്ചാലോ, ഇവിടെ തന്നെ മുടിപ്പിച്ചു, ഞാൻ അവിടെയും കൂടി മുടിപ്പിക്കാമെന്നാണ്. അത് മറ്റൊരു തമാശയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ ഒക്കെ ഉഷാറായപ്പോഴും പക്ഷേ മനുഷ്യൻ്റെ മനസ്സിൽ എന്നാലൊരു ഇറുക്കം, ഒരു മുറുക്കം, ഒരു കുടുസ് അല്ലേ? വിശാലതല്ല. ആരെപ്പറ്റിയും അറിയാൻ താല്പര്യം തോന്നുന്നില്ല. പരിചയക്കാരനായ ബന്ധു, സുഹൃത്ത്, അയൽവാസിയുടെ പോലൊരു താല്പര്യക്കുറവ്, എന്തോ ഒരു അസ്വസ്ഥത. മനുഷ്യൻ്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടായൊരു അസ്വസ്ഥത. അതെന്താ അറിയൂ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് എന്താണ് എന്താ അസ്വസ്ഥത. وعن نبي موسى الأشعري رضي الله عنه قال النبي صلى الله عليه وسلم قال مثل الذي يذكر ربه الذي لا يذكره مثل الحي والميت. അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളുടെയും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരാളുടെയും ഉപമ എന്താ നിങ്ങൾ? ജീവിച്ചിരിക്കുന്നവൻ്റെയും മരിച്ചവൻ്റെയും ഉപമയാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നവനാ അല്ലേ? മരിച്ചുപോയ ഒരാൾ, ഞാൻ ഇന്നലെ ഒരു മയ്യത്ത് നമസ്കരിച്ചിട്ടുള്ളൂ. ഒരു മയ്യത്ത് നമസ്കാരം. നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒക്കെ റെഡിയാണ്. അവർക്ക് ഓൾറെഡി അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്. നാട്ടിൽ ചെന്നിട്ട് ചികിത്സിക്കാമെന്ന് വിചാരിച്ചിട്ട് 3 ദിവസം മുമ്പ് വണ്ടി കയറിയതാണ്. പോകുന്ന വഴിയിൽ എന്ത് ചെയ്തു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ നമസ്കാരത്തിന് പങ്കെടുക്കുമ്പോൾ മനസ്സിൽ ഓർമ്മപ്പെടുത്തിയ കുറേ സംഗതികളുണ്ട്. രസത്തിനും ഹരത്തിനും താല്പര്യത്തിനും കുടുംബ ബന്ധത്തിനൊക്കെ അപ്പുറം എല്ലാം മുറിച്ച് പകുത്തെടുത്ത് കൊണ്ടുപോകുന്നൊരു ലോകത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് അല്ലേ? 50 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചൊരു പെൺകുട്ടി ഞായറാഴ്ചയ്ക്ക് ഭാര്യയായി, കുട്ടിയായി, കൗമാരക്കാരിയായി, ഭാര്യയായി, ഉമ്മയായി, വല്യമ്മയായി, അവസാനം എല്ലാ തസ്തികകളും ഈ ലോകത്തങ്ങനെ സമർപ്പിച്ചിട്ട് വെറുമൊരു ജഡമായി, മയ്യത്തായി 6 അടി മണ്ണിലേക്ക്. ഒഴിഞ്ഞ റൂമുകളിൽ, ഫ്ലാറ്റുകളിൽ, സമുച്ചയങ്ങളിൽ, കണ്ട സിനിമയിൽ, സീരിയൽ, നാടകങ്ങളിൽ ഭ്രമിച്ച് അങ്ങനെ മതിപറന്നു പോയൊരു ജന്മത്തിൻ്റെ പര്യവസാനം. ലോകത്തിൻ്റെ മുന്നിൽ ഒന്നുമില്ല, ഇനി ഒന്നും കൊണ്ടുപോകാനുമില്ല, ഒന്നോട്ട് കൊണ്ടുവന്നതുമില്ല. വന്നപ്പോൾ ശൂന്യമായ കരങ്ങൾ, പോകുമ്പോഴും ശൂന്യമായ കരങ്ങൾ. ഇടയിൽ കിട്ടിയ ഭർത്താവിനെ, ഇടയിൽ കിട്ടിയ മക്കളെ, ഇടയിൽ കിട്ടിയ സുഖത്തെ, ഇടയിൽ കിട്ടിയ സൗകര്യത്തെ, ഇടയിൽ കിട്ടിയ ഒരുപാട് സംവിധാനത്തെ മുഴുവനും ഭൂമിയിൽ വിട്ടേച്ചിട്ട് കടന്നു പോവുക. ഭർത്താവിന് മറ്റൊരു ഭാര്യ, മക്കൾക്ക് വേറൊരു ഉമ്മ, അവരുടെ വേറെ ലോകം, എല്ലാം വേറെ. എന്തിനാണ് ഈ ഭർത്താവിന് വേണ്ടി ഹറാമ് ചെയ്യുന്നത്? എന്തിനാ മക്കൾക്ക് വേണ്ടി ഹറാമ് ചെയ്യുന്നത്? എന്തിനാ കുടുംബത്തിന് വേണ്ടി പരലോകം മറക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് പ്രവാസികളായ എൻ്റെ പ്രിയങ്കരായ രക്ഷിതാക്കളോടും സഹോദരി സഹോദരന്മാരോടും ഈ അവസാനിപ്പിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, എല്ലാ രസത്തിനും ഹരത്തിനും അപ്പുറം മനുഷ്യൻ്റെ വായിൽ മണ്ണ് കീറുന്നൊരു ദിവസമുണ്ട്. എൻ്റെ മൊബൈലിൽ ഇപ്പോഴൊരു ചിത്രം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. 3 ദിവസത്തെ ഒരു മനുഷ്യൻ്റെ ജഡത്തിൻ്റെ മയ്യത്തിൻ്റെ ചിത്രം ചീർത്ത് വീർത്ത് പുഴുവരിച്ചിട്ട് ഒരു പ്രത്യേക അവസ്ഥ. ആരാന്നറിയത്? ശരീരം മറ്റുള്ളവരെ കാണിച്ചവർ. ആരാന്നറിയത്? ഹലാലല്ലാത്ത ജീവിച്ചവർ. ആരാന്നറിയത്? ഏത് കോലത്തിലായാലും മനുഷ്യരായി ഈ മണ്ണിൽ പറന്നുപോയവർ. സൗന്ദര്യം പുഴുക്കൾക്ക്, സമ്പത്ത് എല്ലാം വിട്ടേച്ച് പോവാണ്. ഒന്നുമില്ല. ആകളുള്ളതൊരു തൊലി വെളുപ്പ നാട്ടുകാരെ കാണിച്ചത്. അതും
പുഴുവരിച്ചിട്ടൊന്നിനും പറ്റാത്തത്. എന്തേ കൊണ്ടുപോയത്? ഒന്നുമില്ല. എന്തുണ്ടാക്കിയത്? ഒന്നുമില്ല. 3 എണ്ണമായിട്ടാണ് പോണത് ഖബറിലേക്ക്. എന്താ? സ്വത്ത്, കുടുംബം, അവനാൻ്റെ കർമ്മങ്ങൾ. സ്വത്തും തിരിച്ചുപോയി അല്ലേ? യർജിഉ അഹ്ലുഹു വമാലുഹു വയബ്ഖാ വാഹിദുൻ. അതെന്താ? അവനാൻ്റെ കർമ്മങ്ങൾ. മരിക്കുന്ന സെക്കൻഡ് വരെ ജീവിതത്തിൽ എന്തൊന്നാണോ അനുഷ്ഠിച്ചു പോയത് അത് മാത്രം. അതൊരു പക്ഷെ നല്ലൊരു വാക്കാകാം, അതൊരു പക്ഷെ നല്ലൊരു കുടുംബജീവിതാകാം, അത് 5 വക്ത് നമസ്കാരാകാം, അത് വിശുദ്ധ ഖുർആനിന്റെ പാരായണമാകാം, പഠനമാകാം, അത് ഇത്തരം സദസ്സുകളാകാം. ജീവിതത്തിന് മുതൽക്കൂട്ടായത് മരിക്കുന്നതിന് മുമ്പ് ഇത് മാത്രമുള്ള കൂട്ടരെ. 25 കൊല്ലം അബൂദാബിയിൽ ജീവിച്ചിട്ട് ഖബറടക്കപ്പെട്ട ഒരു മനുഷ്യനോട് ചോദിക്കുന്നു വിചാരിക്കുക, ഇജ് എന്താ ഉണ്ടാക്കിയത് ചോദിച്ചോൻ എന്താ പറയാ? 25 കൊല്ലത്തെ അബൂദാബിയിലെ പ്രവാസ ജീവിതം. ഞാൻ ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം, ക്ഷമ ചോദിക്കണം നിങ്ങളോട്. എന്താ സംബന്ധിച്ചാൽ നമുക്കൊക്കെ ഒരു തിരിച്ചുപോക്കുണ്ട്. എങ്ങട്ടാ? നാട്ടിക്കാണ് അല്ലേ? എല്ലാവരും പോകില്ല നാട്ടിക്ക്? എല്ലാവരും. നിങ്ങൾ ഇവിടെ തന്നെ സെറ്റിലാവോ? ഇല്ല. ഞാൻ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിൽ ഒരേ ഒരു മണ്ണുള്ളൂ. അതേതാ നിങ്ങൾ? അള്ളാഹിൻ്റെ റസൂല് മറമാടപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധമായ മദീന. അള്ളാഹിനോട് ഏത് സമയമുള്ള പ്രാർത്ഥന? നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആ മണ്ണിൽ ജീവിച്ച് ആ മണ്ണിൽ മരിക്കാൻ. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. എന്തേ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത്, എൻ്റെ ഒരു ആഗ്രഹമാണ്. കാരണം എനിക്ക് ഏറ്റവും ഈ മണ്ണിൽ ഇഷ്ടപ്പെട്ട 3 പ്രദേശങ്ങളിൽ 2ാമത്തെ പ്രദേശമാണത്. അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, 3ാമത്തെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ 2ാമതെടുത്താണ് എനിക്ക് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഉഹദ് മലയുള്ളത്. ഓരോ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചത് ആ 7 മീറ്റർ നീളവും 2 മീറ്ററോളം ഉയരവുള്ള ഏകദേശം 2 കിലോമീറ്ററോളം 7 കിലോമീറ്റർ നീളവും 2 കിലോമീറ്ററിനടുത്ത് ഉയരവുമുള്ള 2 ഉഹദ് മല ഒരു മയ്യത്തിന് അനുഗമിച്ച് നമസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന പറയുമ്പോൾ എൻ്റെ മനസ്സന്ന് വിശാലായതാണ്. ആ മണ്ണ് അത്രത്തോളം മനസ്സിലുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കൊക്കെ ഒരു മടക്കണ്ടല്ലോ, ഉറപ്പല്ലേ? എല്ലാവരും പോവും. നാട്ടിൽ പോവാണ്, വിരുന്നാണ്, നാട്ടിൽ പോവാണ്, KMCCൻ്റെ വക, നാട്ടിൽ പോവാണ്, ഇസ്ലാഹി സെൻറ്ററിൻ്റെ വക, എല്ലാവർക്കും ഒരു സ്വീകരണമൊക്കെ തന്ന് നാട്ടിൽ പോയി. ഇവിടെ നിൽക്കൂല നമ്മളാരും, ഉറപ്പല്ലേ? ഉറപ്പാണ്. ഈ മണ്ണിൽ നമ്മൾ പ്രവാസികളാണ്, ഈ ഭൂമിയിലും നമ്മൾ പ്രവാസികളാണ്. എങ്ങോട്ടാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത്? വാപ്പച്ചിമ്മച്ചി ഇറങ്ങിപ്പോന്ന സ്വർഗത്തിൻ്റെ വിശാലതയിലേക്ക്. ഒറ്റക്ക് വന്നു, ഒറ്റക്ക് പോകും. ഇനി അവിടെ ബന്ധങ്ങളെ കൂട്ടിയെടുപ്പിക്കണം, അവിടെ എല്ലാവരും ഉണ്ടാകണം. എല്ലാവരും, എൻ്റെ ഇണ അവിടെ, എൻ്റെ ഭാര്യ അവിടെ, എൻ്റെ ഭർത്താവ് അവിടെ, എൻ്റെ മക്കളവിടെ, എൻ്റെ സ്വന്തം ബന്ധങ്ങൾ അവിടെ, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ലളിതമായി പറഞ്ഞു. കുറേ കാര്യങ്ങൾ പറയാണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണത് പറഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങളുണ്ടാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റൊരു സന്ദർഭത്തിൽ. എന്തായാലും ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങളുടെ മനസ്സിനെ പ്രയാസപ്പെടുത്തിയതോ നിങ്ങൾ ഇഷ്ടപ്പെടാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദീനാണ് എന്ന പേരിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? അത് ക്ഷമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂടിയിരിക്കലിന് നമുക്ക് സ്വർഗം മാത്രം പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാഷാ അല്ലാഹ്. ഈ സെൻറ്ററിൽ, അബുദാബി ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൽ കുറേയധികം ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് രാവിലെ മക്കളുടെ CRE പോലുള്ള കുട്ടികൾക്കുള്ള ടീനേജേഴ്സിനുള്ള ക്ലാസ്സൊക്കെ ഉണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിർബന്ധമായി നമ്മുടെ മക്കളും നമ്മളൊക്കെ ദീനിൻ്റെ പഠന രംഗത്തേക്ക് വന്നേ പറ്റും, അല്ലെങ്കിൽ നമ്മളത് അനുഭവിക്കും. അതുകൊണ്ട് ആ ക്ലാസ്സുകളൊന്നും നമ്മൾ മുടക്കരുത്. കൃത്യമായി നമുക്ക് ഇതന്നെ ഉള്ളൂ എന്ന് ഉറപ്പിച്ചോളി, ഇതന്നെ നമുക്കുള്ളൂ. ഇവിടുത്തെ ദഅവാ പ്രവർത്തനങ്ങളൊക്കെ സജീവമാകുക. ഈ ആളുകളൊക്കെ എല്ലാറ്റിലും ഉണ്ടാകുക, പഠിക്കുക, പകർത്തുക, പ്രബോധനം ചെയ്യുക. നമുക്കിതേ മാർഗമുള്ളൂ. ഇത്രയും ആളിവിടെ വന്നില്ലേ, ഇനി എത്ര ആളിവിടെ അബുദാബിയിലുണ്ട് മലയാളികൾ, ദീനറിയാത്തവർ അല്ലേ? അതുകൊണ്ട് നമ്മളെ ആളുകൾക്കിടയിലെങ്കിലും ദീനിൻ്റെ സന്ദേശം എത്തിക്കാൻ നമുക്കത് ഒരു പ്രൊജക്റ്റ് കൂടി ഉണ്ട്, വിസ്ഡം. അതുകൊണ്ട് ആ ഒരു ബാനറിലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദഅവത്ത് നിർവഹിക്കാൻ പറ്റും. അങ്ങനെ മാഷാ അല്ലാഹ് 31-ാം തീയതി, നാളെ അല്ലേ അത്? നാളെ കുവൈത്തിൽ ഇൻഷാ അല്ലാഹ് ഐതിഹാസികമായ പ്രവാസ ലോകത്തെ വിസ്ഡത്തിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മളൊക്കെ അത് തത്സമയം ലൈവ് കേൾക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു അത് കബൂലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പടച്ചറബ് നമ്മുടെ മുഴുവനും പ്രവർത്തനങ്ങളെ ഈ സെക്കൻഡ് വരെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ ചെയ്തത് മുഴുവൻ അല്ലാഹു പുറത്തു തരികയും ചെയ്യുമാറാവട്ടെ. ഇന്നുമ്മ പെറ്റ കുഞ്ഞിനെ പോലെ ഈ സദസ്സ് വിട്ട് അവനവൻ്റെ പുരയിടങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. പടച്ചറബ് അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ തിന്മകൾ മനസ്സ വാച കർമ്മണ മുഴുവൻ ആളുകൾക്ക്
അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. പ്രവാസ ലോകത്ത് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ഈ നാട്ടിൽ വന്ന് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. ഏതൊരു പ്രശ്നത്തിനും അള്ളാഹു സ്വർഗത്ത് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിൽ പടച്ച റബ്ബിനോടുള്ള താല്പര്യം അള്ളാഹു വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. മുത്ത് റസൂലുള്ളാഹിയോടുള്ള മഹബ്ബത്ത് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമാറാവട്ടെ. ഖുർആനിനെ മുന്നിൽ വെച്ച് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിൽ സന്നിഹിതരായ മുഴുവൻ ആളുകൾ, അവരിൽ പലരിലും രോഗികളുണ്ട്, ദുബായിൽ രോഗികളായ ആളുകളുണ്ട്, നമ്മുടെ ഈ പ്രവാസ ലോകത്തിന് ജീവിക്കുന്ന നമുക്ക് പരിചയമുള്ള പലരും രോഗികളാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അങ്ങനെ തുടങ്ങിയുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ മണ്ണിൽ നമ്മളെ ബാധിക്കുന്ന ഹറാമിൻ്റേതായ ചില മേഖലകളുണ്ട്, പരീക്ഷണങ്ങൾ. അള്ളാഹു അത്തരം ഹറാമിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇണകളില്ലാതെ ജീവിക്കുന്ന സഹോദരങ്ങളെ, അവരുടെ കണ്ണിനെ, മനസ്സിനെ, ലൈംഗികാവയത്തെ അള്ളാഹു സർവ്വ വൃത്തികേടുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.